ക്ഷേത്രം ഇവിടെ ഞാൻ പലതവണ വന്നു പോയിട്ടുണ്ട്. പക്ഷേ ക്ഷേത്രത്തിലെ ഒരു സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത് ആദ്യമായി. ആ സംസാരിക്കുന്ന ദിവസം ഗണപതിയും ആയി ബന്ധപ്പെട്ട് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആർക്കും അറിയാം, ഇന്ന് ലോക ഡാഷ് ദിനമാണ്. ആ ദിനവും ഗണപതിയും തമ്മിലുള്ള ബന്ധം ആർക്കും അറിയാം. എന്താണ് ഇന്നത്തെ ദിനത്തിന്റെ പ്രത്യേകത? ഇന്ന് ലോക കയ്യക്ഷര ദിനമാണ്. അതും ഗണപതിയും തമ്മിൽ എന്താ ബന്ധം? മഹാഭാരതം ചിന്തകളുടെ പൂത്തുവിടരുന്ന അവസരത്തിൽ വ്യാസൻ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അതേ വേഗതയിൽ എഴുതി കൊടുക്കാൻ ഗണപതിയെയാണ് ചുമതലപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ ലോകത്തെ ആദ്യത്തെ സ്റ്റെനോഗ്രാഫറാണ് ഗണപതി. മനസ്സിലായത്? സ്റ്റെനോഗ്രാഫർ എന്ന് കേട്ടില്ല. പണ്ട് SLC തോറ്റാ പിന്നെ എല്ലാവരും പോകുന്ന ടൈപ്പ് സ്റ്റെനോഗ്രാഫ് അല്ലെ, തോറ്റാലും ജയിച്ചാൽ. ഇപ്പം അതില്ല. ഇപ്പൊ എല്ലാവരും വിരലും വന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്, മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതിവേഗതയിൽ വാക്കുകളെ കുറിച്ചു വെക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് സ്റ്റെനോഗ്രാഫി. വ്യാസൻ തന്റെ ചിന്തയിലൂടെ ഒരു ഒഴുക്കായിട്ട് മഹാഭാരതം ഒഴുകി വരുമ്പോൾ ആ ചിന്തയുടെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോ എന്ന് രണ്ടാമത് ചോദിക്കാതെ കൃത്യമായി എഴുതാൻ പറ്റിയ ഒരാളെ കണ്ടെത്തിയത് ഗണപതിയാണ്. അതുകൊണ്ട് ഗണപതി കേവലം ഒരു ദൈവം മാത്രമായിട്ടല്ല, ഗണപതി നല്ല എഴുത്തുകാരനാണ്. കയ്യക്ഷര ദിനത്തിൽ തന്നെ ഗണപതിയുടെ ക്ഷേത്രത്തിൽ ഇത്തരത്തിലൊരു പ്രഭാഷണം നടത്താൻ അവസരം ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷം അറിയിക്കുന്നു. ഇന്നെനിക്കിവിടെ നൽകിയിരിക്കുന്ന ഒരു പുതിയ വിഷയമാണ് ക്ഷേത്രവും സമൂഹവും എന്നതാണ്. ഈ സമൂഹത്തിന് അതും ഗണപതിയായിട്ട് എന്താ ബന്ധം? സമൂഹവും ഗണപതിയായിട്ട് എന്തോ ബന്ധമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ആദ്യം ഉയർന്നു വന്ന സാമൂഹ്യ ഘടനയ്ക്കുടെ പേര് ഗണം എന്നാണ്. പാസ്പോർട്ട് എടുത്ത ആളുകളെല്ലാം വീട്ടിൽ പോയിട്ട് പാസ്പോർട്ടില് ഇന്ത്യ റിപ്പബ്ലിക് എന്നതിന് പകരം ഹിന്ദിയിൽ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? ഭാരത് ഗണരാഷ്ട്രം എന്നതാണ്. റിപ്പബ്ലിക്കിന്റെ സംസ്കൃതവും മലയാളമാണ് ഗണം. മനസ്സിലായത്? എന്താ റിപ്പബ്ലിക്? പബ്ലിക് എന്ന് പറഞ്ഞാൽ പൊതുജനം. ഇനി അത് പബ്ലിക് ആക്കല്ലേ എന്ന് പറഞ്ഞാൽ പൊതുജനത്തോട് പറയല്ലേ എന്നാണ്. പബ്ലിക് പൊതുജനം. ഈ ലോകത്ത് ഈ ഭൂമിയിലെ സകലമാന ചരാചരങ്ങളും സകലമാന ജീവികൾക്കും, മനുഷ്യന് മാത്രമല്ല സകലമാന ജീവികൾക്കും തുല്യമായ അവകാശമുള്ളതാണ്. അത് നശിപ്പിക്കാൻ ആരെങ്കിലും ഒരാൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് മാത്രം അതിൻ്റെ മേലെ അവകാശമില്ല എന്ന് ബുദ്ധന്റെ കഥയിൽ പറയുന്നു. ബുദ്ധന്റെ ജ്യേഷ്ഠൻ നല്ല വില്ലാളി വീരൻ. ബുദ്ധൻ സാധുവാണ്. ആകാശത്തുകൂടെ ഒരു അരയന്നം പറന്നു പോകുമ്പോൾ ബുദ്ധന്റെ ജ്യേഷ്ഠൻ ഒരു അമ്പ് എടുത്തിട്ട് ആ അരയന്നത്തെ നല്ല പറന്നു പോകുന്ന അരയന്നത്തിനെ അമ്പ് കൊണ്ട് കൊടുത്തു. ഇത് വീഴ്ത്തി പടഞ്ഞു വീണ ആ അരയന്നത്തെ സിദ്ധാർത്ഥൻ, ബുദ്ധന്റെ അന്നത്തെ പേര് സിദ്ധാർത്ഥൻ എന്നാണ്. സിദ്ധാർത്ഥൻ ഓടിപ്പോയിട്ട് അതിനെ എടുത്തിട്ട് അതിന്റെ അമ്പ് പറിച്ചു മാറ്റിയിട്ട് അതിനെ ശുശ്രൂഷിച്ചിട്ട് അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോ ജ്യേഷ്ഠൻ ഓടിപ്പോയിട്ട് പറഞ്ഞു, നീ എന്ത് അവകാശമാണ് ഇത് എടുക്കാൻ? ഞാൻ അമ്പ് ചെയ്ത് വീഴ്ത്തിയതാണിത്, എനിക്ക് അവകാശപ്പെട്ടതാണിത്, നിനക്കെന്ത് അവകാശം? അന്ന് ബുദ്ധൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, ആകാശത്തിലൂടെ പറക്കുന്ന എല്ലാ അരയന്നങ്ങളും പക്ഷികളും എനിക്കും നിനക്കും എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. പക്ഷെ അതിനെ കൊല്ലാൻ വേണ്ടി നീ അമ്പ് തൊടുത്ത സമയം മുതൽ നിനക്ക് മാത്രം അതിന്റെ മേലെ അവകാശമില്ല. ഒന്നിനെ വളർത്തുന്നവർക്ക് മാത്രമേ അവകാശമുള്ളൂ, അതിനെ നശിപ്പിക്കുന്നവർക്ക് അതിന്റെ മേലെ അവകാശമില്ല. നിങ്ങൾക്കൊരു പുഴയിൽ കുളിക്കാൻ അവകാശമുള്ളത് ആ പുഴയിൽ ആർക്കും കുളിക്കാം. പക്ഷേ ആ അവകാശം എപ്പോഴാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്? ആ പുഴയിൽ ഒരു പ്ലാസ്റ്റിക് സഞ്ചിയോ ഒരു പാക്കറ്റോ ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ കൊണ്ടെറിയുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പുഴയിൽ നിങ്ങൾക്ക് അവകാശമില്ല.
ഈ മണ്ണിൽ നിങ്ങൾക്കെല്ലാം അവകാശമുണ്ട്. പക്ഷെ ആ മണ്ണിനെ നശിപ്പിക്കാൻ എങ്ങനെയാ മണ്ണിനെ നശിപ്പിക്കുന്നത്? മണ്ണിനെ നശിപ്പിക്കുന്നത് നമ്മളിപ്പോ മൂത്രമൊഴിച്ചാലോ വിസർജനം നടത്തിയാലോ കാർക്കിച്ചു തുപ്പിയാലോ ഒന്നും മണ്ണിനെ നശിപ്പിക്കലല്ല. അതെല്ലാം മണ്ണിൻ്റെതാക്കി. ഓർമ്മയുണ്ട്, പണ്ട് ഒരു 10-40 കൊല്ലം 50 കൊല്ലം മുമ്പ് ഒരൊറ്റ വീട്ടിൽ കക്കൂസ് ഉണ്ടായിരുന്നു. എല്ലാവരും തൈക്കുണ്ടിലും കുണ്ടടയിലും പോയിട്ട് മൂലധന നിക്ഷേപം നടത്തിയിട്ട് അതൊന്നും പാടിയുണ്ടോ? അതെല്ലാം മണ്ണിന്റെ ഭാഗമാക്കി മാറ്റിയില്ലേ? അതെല്ലാം മണ്ണിന്റെ ഭാഗമാണ്. മണ്ണ് അതെല്ലാം സ്വന്തമാക്കും. അതുകൊണ്ടാണ് മണ്ണിന് ഉർവി എന്ന് പേര്. ഉർവി, മണ്ണിന്റെ ഏറ്റവും വലിയ മഹത്വം ഉർവരത. ഓം സത് സവിതുർവരേണ്യം, ഹേ സവിതാവേ, ഉർവിയെ വരേണ്യമാക്കുന്നവനെ. ഉർവി ഭൂമി, ഭൂമിയെ വരേണ്യമാക്കുന്ന സവിതാവിനെ ക്ഷണിക്കുക. നമ്മുടെ ഈ ഭൂമിയെ വരേണ്യമാക്കുന്ന സൂര്യനാണ് ഉർവി ഭൂമി. ഉർവിയുടെ പ്രത്യേകത എന്തു നട്ടാലും മുളക്കുന്നതും എന്തും തന്റെ നെഞ്ചോട് ചേർക്കുന്നതുമായ മഹത്വമാണ് ഭൂമിക്കുള്ളത്. അതുകൊണ്ട് ഭൂമിയിൽ ഈ മാലിന്യങ്ങളൊന്നും ഭൂമിയിൽ ഇട്ടാൽ അത് ഭൂമിയെ മലിനമാക്കില്ല. മലിനമാക്കുന്നത് മണ്ണിനെ സ്വീകരിക്കാൻ പറ്റാത്ത സാധനമാണ്. അത് പ്ലാസ്റ്റിക്കാണ്, മനസ്സിലായോ? അത് പ്ലാസ്റ്റിക് മണ്ണിലിട്ടാൽ നിങ്ങൾ ആ മണ്ണിന്റെ ശത്രുവായി മാറുന്നു. ഞാൻ ഇത്രയേറെ പറഞ്ഞു വന്നത് ഈ ഭൂമിയിലെ സകലമാന തേജോ വായുവാകാശങ്ങൾ, പഞ്ചഭൂതങ്ങൾ, അതും അതിന്റെ ചേരുവകൾ ചേർത്തിട്ടുണ്ടാക്കിയിരിക്കുന്ന വിവിധ ജീവജാലങ്ങൾ, വിവിധ പ്രതിഭാസങ്ങളെല്ലാം എല്ലാ മനുഷ്യർക്കും തുല്യ അവകാശമാണ്. കല്ലുകരട് കാഞ്ഞിരക്കുറ്റിയും മുള്ളുമരുട് മൂർക്കം പാമ്പും സ്ഥാവര ജംഗമ സ്വത്തുക്കളും സകലമാനും എല്ലാവർക്കും തുല്യ അവകാശമാണ്. ആ തുല്യ അവകാശം പബ്ലിക്കിൻ്റെതാണ്. പിന്നീട് ആ അവകാശം കുറച്ച് രാജാക്കന്മാരെ കൈവശപ്പെടുത്തി. എന്റേതാണ്. ആ രാജാക്കന്മാരെ കൊന്നിട്ട് ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തി, പോർച്ചുഗീസുകാർ കൈവശപ്പെടുത്തി, ഡച്ചുകാരും ഫ്രഞ്ചുകാരും കൈവശപ്പെടുത്തി. അവർക്കെതിരായിട്ട് സമരം നടന്നു. ആ സമരത്തിൽ അവസാനം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ യൂണിയൻ ജാക്ക് വലിച്ചു താഴ്ത്തി കപ്പലേറി പോയാച്ച് അല്ലേ, അവര് പോയപ്പോ നമുക്ക് തിരിച്ചു കിട്ടി. പക്ഷെ തിരിച്ചു കിട്ടിയിട്ട് ഇവിടുത്തെ ഭരണാധികാരി ആര് എന്ന് തീരുമാനിക്കാൻ പറ്റിയില്ല. 47 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. ആര് ഭരിക്കും? അങ്ങനെയുള്ള ചർച്ചയിലാണ് തീരുമാനമായത്. ഈ രാജ്യം ആരുടേതാണോ അവരാണ് ഭരണാധികാരി. ആരുടേതായ രാജ്യം? പബ്ലിക്കിൻ്റെതാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ഭരണാധികാരിയുടെ പേര് ഇന്ത്യൻ ഭരണഘടനയിൽ ആദ്യത്തെ വാക്കാണ് ഇന്ത്യൻ ഭരണാധികാരി. എന്താ ഇന്ത്യൻ ഭരണഘടനയിൽ ആദ്യത്തെ വാക്ക്? ഇംഗ്ലീഷിൽ വി എന്ന് പറഞ്ഞു. WE, വി എന്ന് പറഞ്ഞാൽ നാം, നമ്മളാണ് ഭരണാധികാരി എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് വീണ്ടും അധികാരം കിട്ടി എന്നർത്ഥം. മനസ്സിലായോ? പബ്ലിക്കിന് കിട്ടി. ആ പബ്ലിക് കിട്ടിയപ്പോ വീണ്ടും പബ്ലിക്കിന് കിട്ടി. വീണ്ടും എന്നതിന് ലാറ്റിൻ ഭാഷയിൽ റേ എന്നാണ്. റേ ലേജെ എന്ന് കേട്ടിട്ടുണ്ടോ? റേ എന്ന് പറഞ്ഞാൽ വീണ്ടും, ലേജെ എന്ന് പറഞ്ഞാൽ ചേർക്കുക. ഇതൊക്കെ ലാറ്റിൻ ഭാഷയാണ്. പിന്നീട് അത് ഇംഗ്ലീഷിൽ വന്നപ്പോ എന്തായി? വീണ്ടും കൂട്ടിച്ചേർക്കാൻ. ഭക്ഷണത്തിന് വേണ്ടിയും ഭൂമിക്ക് വേണ്ടിയും പണത്തിന് വേണ്ടിയും പെണ്ണിന് വേണ്ടിയും തമ്മിലടിച്ചകന്നുപോയ മനുഷ്യവിഭാഗങ്ങളെ നമ്മളെല്ലാം ഒറ്റ ആത്മാവാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും കൂട്ടിച്ചേർക്കാൻ ഉണ്ടാക്കിയതാണ് റേ ലേജെ. അതാണ് റിലിജിയൻ, അതാണ് മതം. മനസ്സിലായി? മതമുണ്ടാക്കിയത് തമ്മിൽ അടിക്കാനല്ല, തമ്മിൽ അടുക്കാനാണ്. റേ ലേജെ എന്ന വാക്കാണ് റിലിജിയൻ എന്ന വാക്കായി കൂട്ടിച്ചേർത്ത്. അങ്ങനെ കൂട്ടിച്ചേർത്തിട്ട് ഈ പബ്ലിക്കിന് റേ എന്ന് പറഞ്ഞാൽ വീണ്ടും പബ്ലിക്കിന് കൊടുത്ത ദിവസമാണ് റേ പബ്ലിക്. അതിൽ നിന്ന് റിപ്പബ്ലിക് എന്ന വാക്കുണ്ടായി. മനസ്സിലായോ? ഞാനൊരു സ്കൂളിൽ പോയിട്ട് റിപ്പബ്ലിക് ദിനത്തിന് കുട്ടികളോട് ചോദിച്ചു, ഈ റിപ്പബ്ലിക് ദിനവും സ്വാതന്ത്ര്യ ദിനവും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ കുട്ടികൾ പറഞ്ഞത്, സ്വാതന്ത്ര്യ ദിനത്തിന് പ്രധാനമന്ത്രിയാണ് പതാക ഉയർത്തുക, അപ്പൊ പ്രസിഡന്റിന് പതാക ഉയർത്താൻ വേണ്ടി ഒരു ദിവസം ഉണ്ടാക്കി, അതാണ് റിപ്പബ്ലിക് ദിനം. മനസ്സിലായോ? അങ്ങനെയാ കുട്ടികൾ ധരിച്ചത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരോട് പറഞ്ഞു കൊടുക്കട്ടെ എന്താണെന്ന്. അപ്പൊ റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഈ സമൂഹം എല്ലാവർക്കും തുല്യമായ അവകാശമുള്ള സമൂഹമാണ്. ഈ സമൂഹം ഭാരതത്തിൽ പണ്ടുണ്ടായിരുന്നു. രാജാക്കന്മാർ വരുന്നതിന് മുമ്പ്
ഈ രാജ്യം ഒരു ശുക്രദശയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ശുക്രദശ എന്ന് പറയുന്നത് മാവേലി നാടാണ്. മാവേലി നാട് എന്ന് പറഞ്ഞാൽ വേലി ഇല്ലാത്ത നാടാണ്. വേലി എന്റേത് നിന്റേതെന്നില്ലാതെ എല്ലാം എല്ലാവർക്കുമായിട്ടുള്ള മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കഴിഞ്ഞിരുന്ന കള്ളപ്പറയും ചെറുനാഴിയും ഇല്ലാത്തൊരു കാലം. ഈ കള്ളപ്പറയും ചെറുനാഴിയും കള്ളം പറയലല്ല കേട്ടോ. പണ്ട് തമ്പുരാക്കന്മാരുടെ അടുത്ത് പോയാൽ ഏറ്റവും വലിയ അന്യായം കള്ളപ്പറയത് എന്ന് പറഞ്ഞാൽ വിത്ത് വാങ്ങാൻ പോയിട്ട് ഇങ്ങോട്ട് അളന്ന് കുടിയന്മാർ അളന്ന് വാങ്ങുന്ന വിത്ത് ഉണ്ടല്ലോ, അത് അളന്നു കൊടുക്കുന്ന പറയും. ഈ വിത്ത് കൃഷി ചെയ്തതിന് ശേഷം തിരിച്ച് നെല്ലും പുലും അടക്കം തിരിച്ച് അങ്ങോട്ട് അളക്കുന്ന പറയും കാണുമ്പോൾ ഒരുപോലെയായിരിക്കും. പുറത്തു വരും കണക്കായി. പക്ഷേ കുടിയന്മാർക്ക് അളന്നു കൊടുക്കുന്ന പറക്ക് അടിയിലോളം കുഴി ഉണ്ടാവില്ല. നമ്മളെ തിരുവാതിര കളിക്കും കല്യാണത്തിനൊക്കെ കള്ളപ്പറയ ഉപയോഗിക്കുന്നത്. കല്യാണത്തിന് പിന്നെ തേങ്ങേന്റെ കൊല വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കള്ളപ്പറയാ. കുഴി ഉണ്ടാവും അടിയിൽ. പക്ഷെ നെല്ല് കുറവായതുകൊണ്ട് അതിൻ്റെ അകത്ത് മുഴുവൻ പേപ്പറോ തുണിയോ ഒന്നിക്കയറ്റും. എന്നിട്ട് കുമ്പാന മാത്രം നെല്ലിടും. അതാ കള്ളപ്പറ. മനസ്സിലായോ? അതുപോലെ കുടിയന്മാർ കളന്നു കൊടുക്കുന്ന പറയിൽ കുഴി ഉണ്ടാവില്ല. കുഴി പകുതി മുക്കാലേ ഉണ്ടാവും, ബാക്കി വെറും മരക്കൊട്ട് അടച്ചിട്ടുണ്ടാവും. അതാ കള്ളപ്പറ. എന്നാൽ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ നല്ല കുഴി ഉണ്ടാവും. ചെറുനാഴി എന്താണെന്നറിയോ? മുളേന്റെ നാഴി ഉണ്ടല്ലോ, ആ നാഴിന്റെ മുട്ടിന്റെ തൊട്ട് താഴെന്ന് മുറിക്കും, എന്നാൽ താഴെ ഓട്ട ഉണ്ടാവില്ല. മേലത്തെ മുട്ടിന്റെ തൊട്ട് താഴെന്ന് മുറിച്ചാൽ മേലെ ഓട്ട ഉണ്ടാവും. അതിലാണല്ലോ ആ പണ്ട് അളക്കുക നാഴി. പക്ഷെ ഇങ്ങോട്ടളന്ന് വാങ്ങുന്ന തമ്പുരാൻ ഇങ്ങോട്ടളന്ന് വാങ്ങുന്ന നാഴിക്ക് അടിയിൽ വരെ ആഴമുണ്ടാവും. പക്ഷെ ആടെ നിന്ന് അങ്ങോട്ടളന്ന് കൊടുക്കുന്ന നാഴിയുടെ മുട്ട് കുറച്ച് മേലെയായിരിക്കും. അപ്പോ ആടെ വലിയ കുഴി ഉണ്ടാവും. അതിനാണ് ഈ ചെറുനാഴി. അതായത് കള്ളപ്പാറയും ചെറുനാഴിയും. അതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ലീഗൽ മെട്രോളജി വകുപ്പ് പ്രകാരം കേസ് കിട്ടുന്നത്. അത് ഇപ്പോ എല്ലാ അളവ് തൂക്കും ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് സീൽ വെപ്പിക്കാതെ അളന്ന അപ്പാട് കേസാണ്. ഈ കള്ളപ്പറയും ചെറുനാഴിയും ഉണ്ടായിരുന്ന കാലത്ത് അതൊന്നും ഇല്ലാതെ എല്ലാവരും ഒന്നുപോലെ ജീവിച്ചിരുന്ന ഒരു ഗണരാഷ്ട്രം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ രാഷ്ട്രത്തിന് ഒരു പതി, അതാ രാഷ്ട്രപതി. മനസ്സിലായി? രാഷ്ട്രപതി എന്ന വാക്കെങ്ങനെയാണ്? രാഷ്ട്രപതിയ നമ്പർ 1. നിങ്ങൾ ദൈവങ്ങളിൽ നമ്പർ 1 ഗണപതിയാവുന്ന എങ്ങനെയാണ്? ഗണപതിക്കൈന്ന എന്ത് ചടങ്ങ് തുടങ്ങുമ്പോൾ പറയുക ഗണപതിക്കൈന്ന. ഗണപതിയെ തൊഴുതിട്ട് മാത്രമേ എന്ത് ചെയ്യും. ഇത് വന്ന് ശിവനും പാർവതിയും കല്യാണം കഴിച്ചിട്ടാ ഗണപതി ഉണ്ടായത്. പക്ഷേ ശിവനും പാർവതിയും കല്യാണം കഴിക്കുമ്പോൾ ഗണപതിക്ക് വെച്ചിട്ടേ കല്യാണം കഴിക്കുന്നുള്ളൂ. ആ ഗണപതിയുടെ അപ്പോ ഗണപതി ഫസ്റ്റ് പേഴ്സൺ. മനസ്സിലായോ? പ്രഥമ പൗരനാണ് ഗണപതി. ആ ഗണപതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഭാരതത്തിന്റെ ദേശീയ ഗാനങ്ങൾ. ശ്രദ്ധിച്ചോ? ജനഗണമന അധിനായക ജയ ഹേ. ജനക്കൂട്ടത്തിന്റെ മനസ്സിൽ അധിനായകൻ വിജയിക്കട്ടെ. ജനക്കൂട്ടത്തിന്റെ മനസ്സിന്റെ അധിനായകൻ, അതാണ് ഗണപതി. അപ്പൊ ജനഗണം എന്ന് പറയുന്നത് രാഷ്ട്രമാണ്, സമൂഹമാണ്. അതുകൊണ്ട് ഈ ഗണപതി ക്ഷേത്രത്തിൽ അവിടുത്തെ നവീകരണ കലശത്തിൽ ക്ഷേത്രവും സമൂഹവും എന്ന വിഷയം പ്രസക്തമാകുന്നത് ഇത് രണ്ടും വേർതിരിഞ്ഞ വിഷയമല്ല, ഇത് പരസ്പര പൂരിതങ്ങളാണ്. സമൂഹം ക്ഷേത്രത്തിന്റെയും ക്ഷേത്രം സമൂഹത്തിന്റെയും വികാസ പ്രക്രിയക്ക് പരസ്പര സഹായം ഉണ്ടാകേണ്ടതാണ്. എങ്ങനെയാണ് സഹായം? സമൂഹം ക്ഷേത്രത്തിന്റെ ബാഹ്യ ചൈതന്യം വർദ്ധിപ്പിക്കുമ്പോൾ ക്ഷേത്രം സമൂഹത്തിന്റെ ആന്തരിക ചൈതന്യം വർദ്ധിപ്പിക്കുന്നു. മനസ്സിലായോ? സമൂഹം ക്ഷേത്രത്തിന്റെ ബാഹ്യ ചൈതന്യം വർദ്ധിപ്പിക്കുന്നു. ആ ബാഹ്യ ചൈതന്യം വർദ്ധിപ്പിക്കുമ്പോൾ ക്ഷേത്രം സമൂഹത്തിന്റെ ആന്തരിക ചൈതന്യം വർദ്ധിപ്പിക്കണം. ഇത് പരസ്പരം അങ്ങോട്ട് പൂരിതമാകുന്നപ്പോഴാണ്. നിങ്ങളിപ്പോ ചെയ്തിരിക്കുന്നത് ബാഹ്യ ചൈതന്യം വർദ്ധിപ്പിച്ചു. ഇപ്പോ നല്ല കരിങ്കല്ല് കൊണ്ട് ശ്രീകോവിൽ ഉണ്ടാക്കി, അതിന്റെ മേലെ ചെമ്പ് തകിട് കൊണ്ട് മേൽക്കൂരി ഉണ്ടാക്കി,
നല്ല ഗർഭഗൃഹമുണ്ടാക്കി അവിടെ നല്ല പ്രതിഷ്ഠ അഷ്ടബന്ധം കൊണ്ട് അത് പ്രതിഷ്ഠ നടത്തി അവിടെ നല്ല ചന്ദനം കളഭം പൂജ അഭിഷേകങ്ങളും നടത്തി അവിടെ നല്ല പുഷ്പാർച്ചനയും മറ്റുള്ള പൂജാതി കർമ്മങ്ങളും നടത്തി അവിടെ ഗവ്യങ്ങൾ കൊടുത്തു ഹോമങ്ങൾ നടത്തി അതൊക്കെ ബാഹ്യമാണ് എന്നാൽ അതിലൂടെ സമൂഹത്തിനുണ്ടാകുന്ന ഗുണം എന്താ? ക്ഷേത്രത്തിലൂടെ സമൂഹത്തിനുണ്ടാകുന്ന ഗുണം ബാഹ്യമായ ഗുണമാണെന്ന ധാരണയുണ്ടെങ്കിൽ അത് തിരുത്തണം. ഒച്ചകൂട്ടിയോ? അപ്പോ ബാഹ്യമായ ഗുണമല്ല. നിങ്ങളിപ്പോ ഒരു ശബരിമല ഒരു പഴയൊരു പാട്ട് ഞാനിപ്പോ ഓർക്കുകയാണ്. കുച്ചിയിലിരുമൂടി കിട്ടുമായി വരുന്നു ഞാൻ അച്ഛൻ കോവിലയ്യപ്പാരക്ഷയേകൂ സത്യമാം 18-ാം തൃപ്പടിയേറുമ്പോൾ ദർശനം നൽകണേ തമ്പൂരാനേ. പാട്ട് കേട്ടില്ല? 18-ാമത്തെ പടി അവിടെ കയറി ചെല്ലുമ്പോൾ യോഗപട്ടാസനസ്ഥനായിരിക്കുന്ന ധർമ്മശാസ്താവിന്റെ രൂപം എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയണേ എന്നാണ് പ്രാർത്ഥിച്ചത് എന്ന ധാരണ തിരുത്തണം. അങ്ങനെയല്ല. അവിടെ എത്തിയാൽ അവിടെ ഒരു ദർശനമുണ്ട്. എന്താ ദർശനം? ഈ ദർശനം മനുഷ്യന് മാത്രമുള്ളൊരു ദർശനമാണ്. കണ്ണുകൊണ്ട് കാണാൻ മനുഷ്യന് മാത്രമല്ല, മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. എല്ലാ ജന്തുക്കൾക്കും കണ്ണുള്ളവർക്കെല്ലാം കണ്ണുകൊണ്ട് കാണാൻ പറ്റും. പാമ്പിന് കാണാൻ പറ്റും, ഉറുമ്പിന് കാണാൻ പറ്റും. അപ്പൊ സമൂഹത്തിന് ക്ഷേത്രം കൊടുക്കുന്നത് ബാഹ്യ ദർശനമല്ല, ആന്തരിക ദർശനമല്ല. നമ്മുടെ ഭാരതത്തിലെ ദൈവവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ നട്ടെല്ല് എന്ന് പറയുന്നത് ദർശനങ്ങളാണ്. ഏത് ദർശനമാണ്? നമ്മൾ ഇന്ന് ഭക്തി ഇങ്ങനെ വളരുന്നു, അമ്പലം വളരുന്നു, ചുറ്റമ്പലം ഗംഭീരമാണ്, ശ്രീകോവിൽ ഗംഭീരമാണ്, എല്ലാം അതിന്റെ മേലെ ചെമ്പ് തകിടുമാകുന്നു, ഉത്സവങ്ങൾ ഗംഭീരമാണ്, ചുറ്റമ്പലമുണ്ട്, നടപ്പന്തലുണ്ട്, തിടപ്പള്ളിയുണ്ട്, നമസ്കാര മണ്ഡപമുണ്ട്, എല്ലാം ഗംഭീരമാണ്. പക്ഷേ അത് വളരുന്നതിന് ആനുപാതികമായി സമൂഹത്തിൽ വളരേണ്ടത് വളരുന്നുണ്ടോ എന്നൊരു പരിശോധന നടക്കണം. എന്താ വളരേണ്ടത്? വളരേണ്ടത് അമേയമായ കുറെ കാര്യങ്ങളാണ്. അതിന്റെ പരമകാഷ്ഠയാണ് ദൈവം. അമേയം എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വ്യാകരണം പഠിച്ചവർക്കറിയാം, മേനാമം അമേയനാമം രണ്ട് തരം നാമങ്ങളുണ്ട്. മേനാമം എന്ന് പറഞ്ഞാൽ തൊട്ട് കാണിക്കാൻ പറ്റിയ, തൊട്ടറിയാൻ പറ്റിയ, കണ്ടറിയാൻ പറ്റിയ, അളക്കാൻ പറ്റിയ നാമങ്ങളെയാണ് മേനാമം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു വാച്ച് ഇത് കാണാം, തൊടാം, എണ്ണാം. മനസ്സിലായോ? ഒരു കണ്ണട, ഒരു പെണ്ണ്, ഒരമ്പലം, ഒരു ഫോണ്, ഇതൊക്കെ മേനാമം. ഒരു മനുഷ്യൻ മേനാമം. എന്നാ മേനാമം എന്ന് പറഞ്ഞാൽ 1 കിലോ സ്നേഹം കിട്ടുമോ? സ്നേഹം 1 കിലോ ഇന്ന് തൂക്കി തന്നേന്ന് പറയാൻ പറ്റുമോ? 1/2 മീറ്റർ കാരുണ്യം കിട്ടുമോ? 10 സെന്റ് ദയ കിട്ടുമോ? 2 കിൻഡല് സൗന്ദര്യബോധം കിട്ടുമോ? അപ്പൊ അളക്കാൻ പറ്റാത്ത കുറെ അത്ഭുതങ്ങളാണ് മനുഷ്യനാക്കുന്നത്. അതാണ് ലോകത്തിൽ ഏറ്റവും വലുത്. നിങ്ങൾ കാണുന്ന ആനയേക്കാൾ, നിങ്ങൾ കാണുന്ന അമ്പലത്തേക്കാൾ വലുതെന്താണ്? നിങ്ങൾ ഇവിടുന്ന് ഇപ്പോ തലശ്ശേരി പോയിട്ട്, തലശ്ശേരി പോവാനായിട്ട് കരിയാടുന്ന ബസ് കയറിയാൽ, ഭഗവാൻ മുക്കുന്ന് കയറിയാല്, പുളിയനമ്പറും കഴിഞ്ഞിട്ട്, പാലംപീടിയും പുളിയനമ്പറും കഴിഞ്ഞിട്ട് പരിങ്ങത്തൂരെത്തിയ പിന്നെ മേക്കുന്നെത്തി, അവിടുന്ന് കാഞ്ഞത്തിന് കീഴിൽ കഴിഞ്ഞ് മേനപ്പുറം കഴിഞ്ഞിട്ട് ചൊക്കിളി എത്തി, അതിന്റെ അപ്പുറം പിന്നെ എട്ടപ്പിലാപ്പൂര് പള്ളൂര് കഴിഞ്ഞ്, പാറാല് കഴിഞ്ഞ്, മാടപ്പൂടിയും കഴിഞ്ഞിട്ട് മഞ്ഞോടി വഴി മേൽപ്പാലം കടന്നിട്ട് പഴയ സ്റ്റാൻഡിൽ പോയിട്ട് ആസ്പത്രിയിൽ പോയിട്ട് അതിന്റെ അപ്പുറത്തുള്ള കടലിലെത്തി. കടല് കാണുക. നിങ്ങളുടെ തലയിൽ ഇപ്പൊ തലശ്ശേരി കടല് വരെ കൊണ്ടാ. അപ്പൊ ഈ തല ഏറ്റവും വലുതെന്ന് മനസ്സിലായ? നിങ്ങളെല്ലാരും തലയിൽ
ഇതിന്റെ ഉള്ളിൽ കുഞ്ഞി തലയിനുള്ളിൽ തലശ്ശേരി കട്ടൽ വരെ കൊണ്ടില്ലേ? തലശ്ശേരി പോയ ആൾ നിങ്ങൾ തിരിച്ചിടെ എത്തിയില്ലേ? ഇത്ര വേഗത്തിൽ വിമാനത്തിൽ പോയിട്ട് വരാനല്ലോ. ഇതാണ് മനുഷ്യന്റെ മഹത്വം, അവന്റെ മനസ്സ്. ശരീരമല്ല മഹത്വം. ഈ കാണുന്നതൊന്നും അല്ല സത്യം. ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന് നാശമില്ല, നാശമുള്ളത് ഉള്ളതല്ല എന്നൊരു ചൊല്ലുണ്ട്. ഈ കാണുന്നൊന്നുമല്ല, നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തിയ ഭാവനകളും അതിന്റെ സൗന്ദര്യബോധവും അതിന്റെ സംസ്കാരവും അതിന്റെ ധർമ്മസംഹിതയുമാണ് ഈ ലോകത്തിന്റെ ആത്യന്തിക സത്യം. അല്ലാതെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും തല 100 കൊല്ലം കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ആലോചിക്കട്ടെ. എല്ലാവരുടെ തലയും 100 കൊല്ലം കഴിഞ്ഞ് എങ്ങനെ ഉണ്ടാവും? ഇവിടെ വരാൻ വേണ്ടിയിട്ട് മുടിയെല്ലാം ചീകി പൊട്ടെല്ലാം തൊട്ട് പൗഡറിൽ ഇട്ടിട്ട് കൊണ്ടുവന്ന തലയില്ലേ, ആ തല 100 കൊല്ലം കഴിഞ്ഞാൽ തിലകം ചാർത്തി ചികിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യ ശിരസേ ഉലകം വെല്ലാനുഴറിയ നീയോം വിലപിടിയാതൊരു തലയോടാകൂലേ. ഈ തത്വം നമ്മൾ അറിയുമ്പോഴാണ് നമുക്ക് ദർശനം ഉണ്ടാവുന്നത്. ആ തത്വം പഠിക്കുന്ന സ്കൂൾ ഏതാ? ആത്മവിദ്യാലയമേ, അവനീലാത്മവിദ്യാലയമേ. ആ വിദ്യാലയത്തിൽ പോവാൻ എങ്ങനെയാ പോവാ? സ്കൂൾ ബസ്സിലാ? ആ വിദ്യാലയത്തിൽ പോവാൻ സഞ്ചരിക്കാൻ ഒരു വാഹനമുണ്ട്, അറിയാമോ? ആ വാഹനത്തിലാണ് ഞാനിപ്പോ നിങ്ങളെ കയറ്റി തലശ്ശേരി വിട്ടേ. ആ വാഹനത്തിന്റെ പേര് മാനസ സഞ്ചരരേ ബ്രഹ്മണി മാനസ സഞ്ചരരേ. മനസ്സുകൊണ്ട് സഞ്ചരിക്കും. ആ മനസ്സുകൊണ്ട് സഞ്ചരിച്ചിട്ട് ഈ പ്രപഞ്ചത്തോളം വലുതാകാനുള്ള കെൽപ്പ് നമ്മുടെ മനസ്സിനുണ്ട്. ആ മനസ്സിന്റെ മഹാലോകത്തേക്ക് നിങ്ങൾ നോക്കുമ്പോ ആ മനസ്സ് മഹാലോകത്തിലെത്തിയാലേ നിങ്ങളുടെ ഗണപതി എന്താവും? മഹാഗണപതിയാവും. ആ ഗണപതി ക്ഷേത്രമല്ലേ ഇത്? നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ ശ്രീകോവിലിന്റെ അകത്തുള്ള ഗണപതി വിഗ്രഹം മാത്രം കണ്ടാൽ നിങ്ങളുടെ ഗണപതി മഹാഗണപതിയാവില്ല. മഹാഗണപതിയാവണമെങ്കിൽ മഹാസാമ്രാജ്യത്തിലേക്ക്, നിങ്ങളുടെ മനസ്സാകുന്ന മഹാസാമ്രാജ്യത്തിലേക്ക് ആ ദൈവത്തെ നിറക്കാൻ പറ്റണം. അപ്പോഴാണ് മഹാഗണപതിയാവുന്നത്. ആ മനസ്സിലേക്ക് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ദർശനം ഉണ്ടാകുന്നത്. മനുഷ്യന് അകത്തേക്ക് നോക്കാൻ കണ്ണുണ്ട്. മനുഷ്യനൊഴിച്ച് ഒരു ജന്തുവിനും അകത്തേക്ക് നോക്കാൻ അറിയില്ല. തന്നെ പറ്റി അറിയുന്ന ഏതെങ്കിലും ജന്തു ഉണ്ടോ? നായ്ക്കറിയോ നായിന്റെ പേര് നായിയാണെന്ന്? താൻ ആനയാണെന്ന് അറിയുന്ന ഒരു ആന ലോകത്തുണ്ടോ? പശുവിന് താൻ പശുവാണെന്ന് അറിയോ? ഇല്ല. നമ്മൾ പേരിട്ടല്ലേ അല്ലോ. ഒരു മൃഗവും സ്വയം പേരിട്ടിട്ടില്ല. നമുക്ക് നമ്മൾ മനുഷ്യരാണെന്നറിയാം. നമ്മുടെ അച്ഛനെ അറിയാം, അമ്മയെ അറിയാം, നമ്മുടെ നാടറിയാം, നമ്മുടെ ഗുണങ്ങൾ അറിയാം, നമ്മുടെ ദോഷങ്ങൾ അറിയാം, നമ്മുടെ സ്ട്രെങ്ത് അറിയാം, വീക്ക്നെസ് അറിയാം. നമ്മൾ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഒരു പക്ഷിമൃഗാദികൾക്കും അതറിയില്ല. കാരണം നമുക്ക് അകത്തേക്ക് നോക്കാൻ അറിയാമെന്നതാണ്. ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ കുളിനോപാന്ത പ്രദേശങ്ങളിൽ അന്തർമുഖം ഉള്ളിലേക്ക് നോക്കിയിട്ട് ഈ പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയ സാരം തേടി അലഞ്ഞു പണ്ട്. പരിണാമം, ഈ പ്രപഞ്ചം മാറിക്കൊണ്ടിരിക്കുക നിരന്തരം. ആ പരിണാമത്തിന്റെയും ഭിന്ന സർഗക്രിയ, വ്യത്യസ്തമായ സൃഷ്ടികളില്ലേ ഈ പ്രപഞ്ചത്തിൽ? എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ. ആ സൃഷ്ടിയുടെയും പരിണാമത്തിന്റെയും സത്ത് എന്താണെന്ന് തേടിയലഞ്ഞു. ആ സത്ത് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത്. മനസ്സിലായോ? ആന്തരിക ദർശനമാണ്. അപ്പൊ ആ മനസ്സ് ഗുരുവും ശരീരം ലഘുവാകുമ്പോ നമ്മളെന്തായി? മനുഷ്യരായി. ശരീരം ഗുരുവും മനസ്സ് ലഘുവാകുമ്പോ നമ്മളാരായി? മൃഗമായി. മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ ഗുരു ലഘു എന്ന് പറഞ്ഞാൽ അറിയാവോ? സ്കൂളിൽ പഠിക്കുമ്പോ പണ്ട് വൃത്തം പഠിക്കുമായിരുന്നു. വൃത്തത്തിൽ ഹ്രസ്വാക്ഷരം ലഘുവത, ദീർഘാക്ഷരം ഗുരുവായിടും അല്ലെ? നീളമുള്ള അക്ഷരം ഗുരു, ചെറിയ അക്ഷരം ലഘു, ഇത്രയേ ഉള്ളൂ അല്ലെ? ഗുരു ലഘു അറിയാലോ? ഗുരു ലഘു. നമ്മുടെ ശരീരം മൃഗത്തിന്റെ ശരീരമാണ് ഗുരു. അതിന്റെ മനസ്സ് ലഘുവ. മനസ്സ് മൃഗത്തിനുണ്ട് കേട്ടോ. മൃഗങ്ങൾക്ക് മനസ്സില്ലേ? മനസ്സുകൊണ്ട് കണക്കല്ല അറിയാം. നായ്ക്ക് കണക്കറിയാൻ നിനക്ക് നല്ല ബോധ്യമുണ്ട്. പട്ടിക്ക് കണക്കറിയാം. വീതി കുറഞ്ഞ റോഡ് മേലെ നിങ്ങൾ സ്കൂട്ടർ കൊണ്ട് പോകാം. പകുതിക്കൊരു നായി കടന്നിട്ടുണ്ട്.
സ്കൂട്ടറിന്റെ ഒച്ച കേട്ടാ നായി തല പൊതിച്ച് നോക്കും. പോവാൻ സ്ഥലമുണ്ടല്ലോ, അനങ്ങൂല. അതാണ് നമ്മൾ പുറത്തു പോകും. എന്നാ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ലോറി വന്നു, നായി തല വിളിച്ചു. ലോറിയാന്ന് കണ്ട അപ്പാട് എണീറ്റ് മാറി തരൂലേ? അപ്പൊ സ്കൂട്ടറിന്റെ വീതി എത്രയാ, ലോറിന്റെ വീതി എത്രയാന്നുള്ള കണക്ക് നായിക്കറിയില്ലേ? എന്നാ നമ്മളെ കൂട്ടത്തിലാണ് നായിക്ക് അറിയില്ല. ഓടുമ്പോൾ വെച്ച് കണ്ടില്ലേ? അല്ലേ? കണ്ടില്ലേ? അതാണ് കുഴപ്പം. മൃഗങ്ങൾക്കറിയാം എത്രയാ വീതി, അതാണ് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു വന്നത്, മൃഗങ്ങൾക്ക് മനസ്സുണ്ട്, പക്ഷേ ആ മനസ്സിന്റെ കുഴപ്പം ശരീരത്തിന് വിധേയമാണ്. എന്ന് പറഞ്ഞ ഈ അമ്പലപ്പറമ്പില് ഒരു പശുവാണ്. ആ പശുവിന് മൂത്രമൊഴിക്കണം തോന്നി. ശരീരത്തിന്റെ ടെൻഡൻസി ആണല്ലോ മൂത്രമൊഴിക്കണം, വിസർജിക്കണം എന്നുള്ളത്. അപ്പൊ മനസ്സ് പറയാം, അയ്യോ ആളുണ്ട്, പറ്റില്ല എന്ന് പറയുമോ? ആടെ പാല് പതിച്ച് മൂത്രമൊഴിക്കും. കാരണം ശരീരത്തിന് വിധേയമാണ് മനസ്സ്. എന്താണോ ശരീരം ആവശ്യപ്പെടുന്നത്? ഒരു പട്ടിക്ക് തെരുവിൽ വെച്ച് ഇണ ചേരണമെന്ന് തോന്നിയാൽ നിശ്ചയക്കാർ കാര്യമൊന്നും വേണ്ട, ഓടുമെന്നാണ് ചെയ്യും. എന്നാൽ നമുക്ക് ഇവിടുന്ന് മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ നമ്മൾ ഒഴിക്കുമോ? ഒഴിച്ചാൽ പറയും ഓനെന്ത് ജന്തുവാണ്, കാരണം മൃഗായി. നമ്മൾ പറയും, മനസ്സ് പറയും, അനങ്ങാണ്ട് കിടന്നോ പേരിങ്കോടല്ലേ, വീട്ടിലെത്തട്ടെ എന്ന് പറയും. നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന മനസ്സ് ഗുരുവായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ മനുഷ്യരായത്. മനസ്സിലായോ? മനസ്സ് ഗുരുവും ശരീരം ലഘുവുമാവുമ്പോൾ നമ്മള് മനുഷ്യനാവും. ഈ ഗുരു ലഘുവിനെ പിടിച്ച് വലിക്കും, കേട്ടിട്ടുണ്ടോ? ഗുരു ലഘുവിനെ പിടിച്ച് വലിക്കുമ്പോ അതിന് വിധേയമായാൽ അതിന് ഗുരുത്വം എന്ന് പറയാം. ഗുരുത്വം എന്ന് പറഞ്ഞാൽ മാഷന്മാരെ കാണുമ്പോൾ മാടിക്കെട്ടയച്ചിടലും മാഷ കാല് തൊട്ട് വന്ദിക്കലല്ല. നമ്മുടെ ശരീരത്തെ മനസ്സ് നിയന്ത്രിക്കുമ്പോഴാണ് ഗുരുത്വം ഉണ്ടാകുക. നിങ്ങൾ കുട്ടീനെ കൂട്ടിയിട്ട് ടൗണിൽ പോയി, കുട്ടി റോഡിലേക്ക് പോകുമ്പോ നമ്മൾ വലിയ ആള് ചെറിയ ആളെ പിടിച്ച് വലിക്കൂലേ? ഗുരു ലഘുവിനെ പിടിച്ച് വലിക്കൂലേ? അപ്പൊ പിടിച്ചു വലിച്ച അവിടെ നിന്നാൽ കുട്ടിക്ക് ഗുരുത്വമുണ്ട്. എന്നാൽ കുരുത്തക്കാണ്ട് കുട്ടി റോഡ് മേലെ കൂടിയാൽ ഗുരുത്വക്കേടായി. അതാ കുരുത്തക്കേട്. ഭൂമി വലിയ ഗുരുവാണ്, ആപ്പിള് ലഘുവാണ്. വലിയ ഭൂമി ചെറിയ ആപ്പിളിനെ പിടിച്ചു വലിക്കുമ്പോ ഭൂമിന്റെ ഗുരുത്വം, അത് ഐസക് ന്യൂട്ടൻ കണ്ടെത്തിയ ഭൂഗുരുത്വം. മനസ്സിലായോ? ഭൂഗുരുത്വബലം. ഈ വലുതേത് ചെറുതേത് എന്ന് തീരുമാനിക്കുന്നതാണ് മനുഷ്യൻ. ഈ ക്ഷേത്രത്തിന്റെ വികാസത്തിൽ നമ്മുടെ നാട്ടിൽ ശരീരത്തിന്റെ ചോദനകൾ വളരുകയും മനസ്സിന്റെ ഭാവനകൾ, അമേയനാമങ്ങൾ തളരുകയും ചെയ്താൽ ഈ ക്ഷേത്രത്തിന്റെ വളർച്ച കൊണ്ട് ഈ നാട്ടിൽ അതിന്റെ ഗുണം ഉണ്ടായിട്ടില്ല. ക്ഷേത്രത്തിന്റെ വളർച്ചയിലൂടെ എനിക്ക് ഭൗതിക സുഖങ്ങൾ കിട്ടുമെന്ന ധാരണ കൊണ്ടാണ് പലർക്കും അബദ്ധം പറ്റിയത്. ഭൗതിക സുഖം കിട്ടുന്നത് നിങ്ങളുടെ മാനസികമായ വികാസത്തിന്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ എൻ്റെ നാട്ടിൽ കോളയാട് കഴിഞ്ഞ ഓണം ബമ്പർ ടിക്കറ്റ് എടുക്കുന്ന ദിവസം, എടുത്തതിന്റെ 3ാമത്തെ ദിവസം എനിക്ക് പരിചയമുള്ളൊരു ചുമട്ടുതൊഴിലാളി ആത്മഹത്യ ചെയ്തു. എന്തിനാ ആത്മഹത്യ ചെയ്തതെന്ന് ആർക്കും അറിയില്ല. ഞാൻ അവന്റെ വീട്ടിൽ പോയി, അവനെ എനിക്ക് പരിചയമുള്ള ഭാര്യയും മക്കളോട് ചോദിച്ചു. അപ്പോഴാ സംഭവം മനസ്സിലായത്. ഇവൻ 1-2 ആഴ്ചയായിട്ട് സ്ഥിരം പള്ളിയിൽ പോയിട്ട് എഴുതി എത്തിക്കല. ഭയങ്കര മുട്ടുകുത്തി പ്രാർത്ഥനയാണ്. എന്തിനാണെന്നറിയോ? ഇവൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഓണം ബമ്പറിന്റെ 100 ടിക്കറ്റ് എടുത്തു. 500 റുപ്യന്റെ 100 ടിക്കറ്റ് എടുത്തു. 50,000 റുപ്യന്റെ ടിക്കറ്റ് എടുത്തു. എന്നിട്ട് ദിവസം പോയി പ്രാർത്ഥിച്ചു. ടിക്കറ്റ് നറുക്കെടുപ്പ് വന്നപ്പോ ഇവൻ 1,800 റുപ്യ ആകെ കിട്ടി. ബാക്കി പൈസ പോയി കിട്ടാൻ പൈസ അടക്കാൻ നിർത്തിയില്ലായിട്ട് ഇച്ഛാപങ്ങൾ കൊണ്ട് അവന്റെ ഭാര്യയും മക്കളും അനാഥരായി. അവൻ ആത്മഹത്യ ചെയ്തു. ഞാൻ ആലോചിക്കുക, ഇവന്റെ പണി, ദൈവത്തിന്റെ പണി എന്താണ്? ഇവൻ മെയ്തിരി കത്തിച്ച വകയില് തിരുവനന്തപുരത്ത് പോയിട്ട് നറുക്കെടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഇവന്റെ ലോട്ടറിന്റെ നമ്പർ നോക്കിയിട്ട് ആ നമ്പർ മാത്രം തെറിപ്പിച്ചു കൊടുക്കുന്ന ആളാ ദൈവം. ഇവനോട് ആരാ പറഞ്ഞ? നേരത്തെ നമ്പർ മനസ്സിലാക്കിയിട്ട് ആ നമ്പറിന് ലോട്ടറി എടുപ്പിച്ചു കൊടുത്ത ഒറ്റൊരു ദൈവമേ ലോകത്ത് ഞാൻ അറിയുന്നു. ആ ദൈവത്തിന്റെ പേര് കിലുക്ക സിനിമയിലെ രേവതി എന്നാണ്. അല്ലേ? ഇന്നസെന്റിന് ലോട്ടറി എടുപ്പിച്ചു കൊടുക്കുന്ന അല്ലേ? കാമധേനു ലോട്ടറി എടുക്കുന്നത് ആ രേവതി എടുക്കുന്ന പണിയാണ് ദൈവത്തിന്. നമ്മളോട് ആരാ പറഞ്ഞ? ഞാൻ കഴിഞ്ഞ SLC റിസൾട്ട് വരുന്ന ദിവസം കൂത്തുപറമ്പിലേക്ക് വണ്ടി ഓടിച്ചു വരുമ്പോ എന്റെ നാട്ടിൽപ്പുറത്ത് കൈതേരി ഒരു അമ്പലമുണ്ട്, നീലക്കരിങ്കാളി അമ്പലം. ഭയങ്കര തിരക്ക്. കുട്ടികൾ മുഴുവൻ പോയിട്ട് പ്രാർത്ഥിച്ചു A+ കിട്ടണേന്ന് പ്രാർത്ഥിച്ചു. മിക്ക കുട്ടികളും 100ഉം 500ഉം അല്ല ഇട്ടത്. ഞാനത് കേട്ടിട്ട് ഒരു ചിരിച്ചു. അപ്പൊ എന്റെ മോൻ ചോദിച്ചു, അച്ഛനതിനെ ചിരിച്ച്? ഞാൻ പറഞ്ഞു, നീലക്കരിങ്കാളി ഇപ്പൊ എന്ത് ചെയ്യും? ഇവന്റെ പേപ്പർ മുഴുവൻ 2 ആഴ്ച മുമ്പേ എല്ലാം വാല്യുവേഷൻ നടത്തി, ടാബുലേഷൻ നടത്തി, കമ്പ്യൂട്ടറിൽ അടിച്ചു കയറ്റി. ഇനി വൈകുന്നേരം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ്റർ ബട്ടൺ അമർത്തിയാൽ അത് നെറ്റിൽ അപ്ലോഡ് ആവും.
അപ്പൊ ഇവൻ രാവിലെ കൊണ്ടുപോയിട്ട് 500 രൂപ എടുത്ത് ഇട്ട് കൊടുത്തതിന്റെ പേരിൽ നീലക്കരിങ്കാലി തിരുവനന്തപുരത്ത് എത്തി തിരുത്തണ്ടേ. ആടെ പോകണമെങ്കിൽ 3 മണിക്ക് മുമ്പ് എത്തണമെങ്കിൽ വന്ദേ ഭാരത് പോകണം. ആടെ നിന്നിട്ട് ഇതിന്റെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ കയറുന്നത് പാസ്വേഡ് കിട്ടണ്ടേ. ആ പാസ്വേഡ് കിട്ടൂല്ലെങ്കിൽ പിന്നെ ഹാക്ക് ചെയ്യണം കമ്പ്യൂട്ടർ. എന്നിട്ട് അകത്ത് കയറിയിട്ട് ഇവൻ എഴുതാത്തതിന് മാർക്കിട്ട് കൂട്ടിയിട്ട് A+ ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് ദൈവം എന്ന് ഇവനോട് ആരാ പറഞ്ഞ? പരീക്ഷ എഴുതുന്നതിന്റെ തലേ ദിവസം ഭഗവാനെ ഭഗവതി ഞാൻ പഠിച്ചതല്ല ഓർമ്മിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ നമുക്കത് അംഗീകരിക്കാം. അല്ലാതെ A+ ഉണ്ടാക്കി കൊടുക്കലും വീടുണ്ടാക്കി കൊടുക്കലും വീട് ഇതര സംസ്ഥാനത്തൂല അല്ലേ ദൈവം വാർത്തുകാരനെ വീട് വാർത്തുകാരനെ വരന്താ വരന്താ കൃഷ്ണ വരന്താ വരന്താ മുകുന്ദ മുകുന്ദ അല്ലേ അല്ലേ വരം മാത്രം പോരാ വൃന്ദാ വനന്താ വനന്താ. കൃഷ്ണന്റെ പേരിൽ 10 ഏക്കർ 50 സെന്റ് സ്ഥലമുള്ളത് അതിനകത്ത് 1 ഏക്കർ വൃന്ദാവനന്താണ് അല്ലേ. ഇതാണ് നമ്മുടെ രാജ്യത്തിന് പറ്റിയ ആപത്ത്. ദൈവവും ഭക്തിയും എന്ന് പറയുന്നത് ബാഹ്യമായിരിക്കുന്ന നേട്ടങ്ങൾക്കുള്ള കൂട്ടുപിടിക്കുന്ന വസ്തുവല്ല. ആന്തരികമായ ദയ, കാരുണ്യം, സ്നേഹം, ധാർമ്മികത, വിശ്വബോധം, സൗന്ദര്യബോധം, ആർദ്രത, സഹാനുഭൂതി തുടങ്ങിയ അമേയമായ ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളുടെ പരമകാഷ്ഠയാണ് ദൈവം എന്ന് ഞാൻ പറയുന്നല്ല. ഇതാണ് ഉപനിഷത്തുകളിലും വേദങ്ങളിലുമെല്ലാം ദൈവത്തെ കുറിച്ച് പറഞ്ഞത്. ഇതൊന്നും പറഞ്ഞിട്ട് അമേയനാമം കൊണ്ട് ആളുകൾക്ക് ഇത് ബോധ്യമാവാഞ്ഞപ്പോഴാണ് ആളുകൾക്ക് അതിന്റെ രൂപം കാണിച്ചു കൊടുത്തത്. ഇങ്ങനെയൊക്കെയാണ് സൗന്ദര്യബോധം ഉണ്ടാക്കാൻ സൗന്ദര്യാധിഷ്ഠിതമായിട്ടാണ് ഭാരതത്തിൽ ദൈവങ്ങളെ ഉണ്ടാക്കിയത്. നിങ്ങൾ നോക്കൂ, സൗന്ദര്യത്തിൽ അധിഷ്ഠിതമായിട്ടാണ് എല്ലാ ദൈവങ്ങളും. വിരൂപരൂപത്തിൽ ആരും ദൈവത്തിലില്ല, എല്ലാം സുന്ദരമാണ്. ആ സുന്ദരമായിരിക്കുന്നതിനെ വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് കാവ്യങ്ങൾ ഉണ്ടായത്. കാവ്യങ്ങൾ സൗന്ദര്യബോധമാണ്. വേദങ്ങളിൽ ഉപനിഷത്തും ഉണ്ടാകുന്നതിന് കാലത്ത് വേദങ്ങളും ഉപനിഷത്തും ഉണ്ടാകുന്ന കാലത്ത് ഒരു സ്ഥലത്തും അമ്പലങ്ങളും വിഗ്രഹങ്ങളും ഉണ്ടായിരുന്നില്ല. സാധാരണ പ്രായച്ചോ പാമരജന പ്രസിദ്ധ വിവരം അറിവ് പണ്ഡിതന്മാരല്ലാത്ത മനുഷ്യർക്ക് വേണ്ടിയിട്ട് ബ്രാഹ്മണര് ആദ്യം ഹോമം നടത്തിയിരുന്നത് അഗ്നിർദേവോ ദ്വിജാദീനാം, അഗ്നിയിലാണ് ഹോമം നടത്തിയിരുന്നത്. മുനീനാം ഹൃദിദൈവതം, മുനിമാർക്ക് ഹൃദയത്തിലാണ്. അവർക്ക് തീയും വേണ്ട ഒന്നും വേണ്ട, അവര് ഉള്ളിലേക്ക് നോക്കി ഇവിടെയാണ് ദൈവം. പ്രതിമാം അപ്രബോധീനാം, ഇതിനെപ്പറ്റി ഇത്രയൊന്നും വിവരമില്ലാത്ത സാധാരണ മനുഷ്യർക്ക്, അപ്രബോധികൾക്ക് പ്രതിമയിലാണ് ദൈവം. പിന്നെ സർവത്ര സമദർശിനാം, സമദർശികൾക്ക് എല്ലായിടത്തും ദൈവമാണ്. ആ സമദർശിത്വത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പ്രതിമയും അമ്പലങ്ങളൊക്കെ വരുന്നത്. ആ സമദർശിത്വം എല്ലായിടത്തും ദൈവമുണ്ടെന്ന ആ അടിസ്ഥാന തത്വമാണ് എന്ത്? ഈശാവാസ്യമിതം സർവം. മനസ്സിലായോ? ഈശാവാസ്യമിതം സർവം, എല്ലായിടത്തും ദൈവമുണ്ട്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു എന്നുള്ള പാട്ടില്ലേ, ഈശാവാസ്യ ഉപനിഷത്താണ്. ആ മൈക്കിന്റെ കൊണ്ടെന്ന് പറയല്ലേ, ആ ഈശാവാസ്യ ഉപനിഷത്തിന്റെ ഈശാവാസ്യം ഇതം സർവ്വം എന്ന ശ്ലോകത്തിൽ 4-ാമത്തെ വരി എന്താണെന്നറിയോ? തേന തെത്തേന ഭുഞ്ജീത. അവിടെയാണ് സ്നേഹം ഉത്ഭവിക്കുന്നത്. നീ ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക, കൊടുത്തിട്ട് മാത്രമേ തിന്നാവുന്ന. നിങ്ങൾ നോക്കൂ, പണ്ടത്തെ ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോ നുള്ളിച്ചാടുന്നാണില്ലേ? നമ്മളെ ധാരണ കൊതി കൂടുന്നതിനാണ് അല്ലേ? അല്ല, കൊതി കൂടുന്നതിനല്ല, ഒരു ഉറുമ്പിനെങ്കിലും കൊടുത്തിട്ടേ തിന്നാവുന്ന. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പബ്ലിക്കിന് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. നമ്മൾ വീടിന് കുറ്റിയടിക്കുമ്പോ ആ വീട് നിൽക്കുന്ന ആ വീടിന്റെ കുറ്റിയുടെ അത്രയും സ്പേസ് വരുന്ന 3 സെന്റ് സ്ഥലം, ആ 3 സെന്റ് സ്ഥലത്ത് നമ്മൾ വീട് നിർമ്മിക്കാൻ പോകുമ്പോ ആ സ്ഥലത്ത് താമസിക്കുന്ന ഉറുമ്പുകൾ, തേളുകൾ, പാമ്പുകൾ, ചെതലുകൾ, പഴുതാരകൾ, അനന്തകൂടി ജീവജാലങ്ങളുണ്ട്. ആ ജീവജാലങ്ങളോട് സമ്മതം വാങ്ങുക, അതാ ഭൂമി പൂജ. ഭൂമി പൂജ എന്ന് പറയുന്നത്
അവിടെ ചില ജീവജാലങ്ങളോട് സമ്മതമാകുക, പകരം തൽക്കാലം ഒരു നഷ്ടപരിഹാരമായിട്ട് ഇത് സ്വീകരിക്കുക. അവല്, മലര്, കൽക്കണ്ടം, മുന്തിരി, ഉണക്കമുന്തിരി, അല്ലെ, കരിമ്പ്, നാരങ്ങ, പഴം, ഇളനീര് എല്ലാം കൊടുത്തിട്ട് സമ്മതം വാങ്ങുക. എന്നിട്ട് കുറ്റി അടിച്ചിട്ട് അതവിടെ മണ്ണ് തൂവുക. പക്ഷേ ദുഷ്ടന്മാരായ നമ്മൾ കുറ്റി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നെ മുഖത്തിൽ വാരിയിട്ടിട്ട് അടിക്കും, നമ്മൾ തന്നെ കൊണ്ടുപോയി തിന്നൂലേ. ഇത് കൊടുക്കണം. തമിഴന്മാര് നമ്മൾ നോക്കും, തമിഴന്മാര് വീട് എടുത്തു കഴിഞ്ഞാലും ഡെയിലി അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കും. എന്താ? അരിപ്പൊടി കൊണ്ട് കോലം വരക്കുന്ന നാട്ടില്ലേ, ആ അരിപ്പൊടി അവിടെയുള്ള ഉറുമ്പുകൾക്കും ചതലുകൾക്കും. ഉറുമ്പും ചതലും നമുക്ക് കണ്ടുകൂടല്ലോ, പക്ഷെ ഉറുമ്പും ചതലും ഇല്ല ഈ ഭൂമിയുടെ ഉറുമ്പരത അപ്പം ഇല്ലാതാവും. ഒരു പ്രദേശത്ത് ചെതലും ഉറുമ്പും ഇല്ലാത്തൊരവസ്ഥ വന്നാൽ അത് മരുഭൂമി എന്നാ അതിന്റെ പേര്. നമ്മൾ ഇത് നട്ടാ മുളക്കുന്നത് ഉറുമ്പും ചതലും ഉള്ളത് കൊണ്ടാ. മനസ്സിലാക്കണം, മണ്ണിന് എല്ലാറ്റിനെയും മണ്ണോട് ചേർക്കുന്നത് ഉറുമ്പും ചതലുമാണ്. അതിന് നഷ്ടപരിഹാരം കൊടുക്കുന്നതാണ് ഈ അരിപ്പൊടി. ഇതിന്റെ തത്വം അറിയാത്ത ചില പൊട്ടന്മാരെന്ത് ചെയ്യും എന്നറിയോ? പെയിന്റ് കൊണ്ട് വരച്ചു വെക്കും. എന്നാ പിന്നെ ഡെയിലി വരക്കണ്ടല്ലോ, പെയിന്റ് കൊണ്ട് അവിടെ വരച്ചു വെച്ചാൽ മതിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, തേന തെക്തേന ഭുഞ്ചീത, നീ ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക, നീ കൊടുത്തതിന്റെ ബാക്കി ഉണ്ണുക. ഇത് ഉപനിഷത്താണ്. ആ ഉപനിഷത്ത് അതിൽ നിന്ന് എടുത്തിട്ട് കൃത്യമായിട്ട് അർജുനോട് കൃഷ്ണൻ ഉപദേശിക്കുന്നുണ്ട്. ഭഗവത്ഗീതയിൽ യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഭുഞ്ജതേ ത്വകം പാപാത് യേ പചന്ത്യാത്മകാരണാത്. മറ്റുള്ളവർക്ക് കൊടുത്തതിന്റെ ബാക്കിയുണ്ണുന്നവൻ എല്ലാ പാപത്തെയും ഇല്ലാതാക്കുന്നു. അവനവന്റെ കലത്തിൽ അവനവന് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നവൻ ഉണ്ണുന്നത് മഹാപാപത്തെയാണ്. മനസ്സിലായോ? കൊടുത്തിട്ട് തിന്നണമെന്നാണ്. അപ്പോ കാരുണ്യം വന്നോ, വിശ്വസാഹോദര്യം വന്നോ, ഈശാവാസ്യം. അതാണ് സർവത്ര സമദർശിന. സമദർശികൾക്ക് എല്ലായിടത്തും ദൈവമാണ്, എല്ലായിടത്തും ദൈവമാണ്. അപ്പോ ഈ ദൈവസങ്കല്പം എന്ന് പറയുന്നത് ഭൗതിക വസ്തുക്കളുടെ വികാസമല്ല, ആന്തരികമായ ചൈതന്യത്തിന്റെ വികാസമാണ്. ആ ആന്തരികമായ ചൈതന്യം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഭാരതത്തിലെ ആദ്യത്തെ 2 മന്ത്രങ്ങൾ നമ്മൾ പഠിക്കണം. ഓം നമഃശിവായ എന്നും ഓം നാരായണായ എന്നും, അല്ലേ? പിന്നെ ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേയഹം ഗണനായകം എന്നും. എല്ലാ മന്ത്രങ്ങളും ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന മന്ത്രങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു മൂലമന്ത്രം ഉണ്ടായിരുന്നു. നമ്മൾ ആ മൂലമന്ത്രം പഠിച്ചില്ല, കേട്ടിട്ടുണ്ട്, അത് പഠിച്ചില്ല. അത് പഠിച്ചിട്ട് അതിന്റെ 2ാമത്തെ ശാന്തി മന്ത്രം അത് പഠിച്ചിട്ട് മാത്രമേ നമ്മുടെ ദൈവവിശ്വാസം അരക്കെട്ടുറപ്പിക്കാൻ പറ്റൂ. ഇത് കുയ്യാട്ടയില്ലാണ്ട് തറകെട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് നമ്മുടെ വിശ്വാസം. അസ്ഥിവാരം ഇല്ലാതെ തറകെട്ടിയതുപോലെ ഉപരിപ്ലവമാകുന്നു. എന്താണ് ആദ്യത്തെ മന്ത്രം? ഓം സത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം എന്ന വാക്ക് ദൈവങ്ങൾ, ഈ ഒരു ദൈവങ്ങളുടെ പേര് വരുന്നതിന് മുമ്പ് ഓം എന്ന മന്ത്രം ഉണ്ടായി. ഓംകാരം ഓംകാരം ആദിമമന്ത്രം അനശ്വര മന്ത്രം നാദബ്രഹ്മത്തിനായത മന്ത്രം. ഓം എന്ന പാട്ട് കേട്ടിട്ടുണ്ടോ? നാദബ്രഹ്മം. ഈ ബ്രഹ്മം ഉണ്ടായത് നാദത്തിൽ നിന്നാണ്. നാദം, സംഗീതത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്നാണ് ഗീതാഞ്ജലിയിൽ രവീന്ദ്രനാഥ ടാഗോർ പറയുന്നത്. പക്ഷെ നമുക്ക് അതുപോലെ പാടാൻ പറ്റാതെ സങ്കടപ്പെട്ട കവിയുടെ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹേ മഹാപ്രഭു, ഹേ മഹാപ്രഭു എന്ന് പറയുമ്പോൾ പുതിയ തലമുറക്ക് കേൾക്കുമ്പോ ഹേ പ്രഭു ഹേ ക്യാ ഹുവാ എന്ന ആ പുതിയ ട്രെൻഡാണ് ഓർമ്മ വരുന്നത്, അല്ലേ? ഈ പ്രഭു എന്ന ആ വെള്ളത്തിൽ ഇരുന്നിട്ട് അവര് പറഞ്ഞതിന്റെ 1000കണക്കിന് വർഷം മുമ്പ് ഹേ മഹാപ്രഭു എന്ന് ടാഗോർ വിളിച്ചിട്ടുണ്ട്. ഞാനറിവീല ഭവാന്റെ മോഹനഗാനാലാപന ശൈലി നിവൃതം ഞാനതു കേൾപ്പൂ സതതം നിതാന്ത വിസ്മയശാലി. ഉദയഗാന പ്രകാശകലയാൽ ഉജ്വല ശോഭം ഭുവനം
അലതല്ലിടുകയാണധികഗനം വായുവിലീശ്വരചലനം അലീക്കുന്നോ ശിലകളെ ഈശ്വര ഗംഗാസരഭസഗമനം പാടണമെന്നുണ്ടീ രാഗത്തിൽ പാടാൻ സ്വരമില്ലല്ലോ പറയണമെന്നുണ്ടെന്നാൽ അതിനൊരു പദം വരുന്നീലല്ലോ പ്രാണനുറക്കെ കേണിടുന്നു പ്രഭോ പരാജിത നിലയിൽ നിബദ്ധനിഹ ഞാൻ നിൻഗാനത്തിൻ നിരന്തരമാകിയ വലയിൽ അറ്റമില്ലാത്ത വലയിൽ ആ പാട്ടിൽ നമ്മൾ കണ്ണികളാണ് ആ ഓംകാരം പ്രകൃതിയുടെ 3 നിയമങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ചിന്മയ കോളേജിൽ ഒരു വേദാന്ത കൺവെൻഷന്റെ ഭാഗമായി ഉപനിഷത്തും ഗീതയും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പോയി. അവിടെ പോയിട്ട് ഡിഗ്രി വിദ്യാർത്ഥികളാണ് മുമ്പിലുള്ളത്. അതിൽ കുറെ സ്വാമിമാരുണ്ട് ഡിഗ്രി വിദ്യാർത്ഥികൾ. ഞാൻ അവരോട് ചോദിച്ചു, എന്താ ഓങ്കാരത്തിന്റെ അർത്ഥം? ആരും ഒന്നും പറയുന്നില്ല. അപ്പൊ ഒരു പയ്യൻ എഴുന്നേറ്റ് പറഞ്ഞു, ഓങ്കാരം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഡൗൺലോഡ് ആക്കുന്ന പാസ്വേഡാണ്. എല്ലാം പാസ്വേഡിലല്ലേ. ഓം നമശിവായ എന്ന് പറഞ്ഞാൽ ശിവൻ ഡൗൺലോഡായി, ഓം നാരായണായ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഡൗൺലോഡായി അല്ലേ. ഓംകാരം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ സകല സരാചരങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിയമമാണ്. എന്താണത്? ആ ഊ അം കൂട്ടി വായിച്ച ഓം. ഉണ്ടാവുന്നു, നിലനിൽക്കുന്നു, ഇല്ലാതാവുന്നു. ഉണ്ടായത് ഭൂതം സംഭവിച്ചല്ലോ, നമ്മൾ ഉണ്ടായല്ല. ഈ ഭൂതം എന്ന് പറയുമ്പോൾ ദുർഭൂതം എന്ന് പേടി വരും. പ്രേതഭൂതങ്ങളെ പറ്റി കേട്ടില്ല. അതിൽ ഭൂതം എന്ന് പറയുന്നത് മരിച്ചു പോയത് കൊണ്ടാ ഭൂതം എന്ന് പറയുന്നത്. ഭൂതം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പോയ കാലല്ലേ, മരിച്ചു പോയവരല്ല, കഴിഞ്ഞ പോയ കാലല്ലേ, അതാ ഭൂതങ്ങൾ എന്ന് പറയുന്നത്. നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ വർത്തമാനം, സ്റ്റാറ്റസ്, നിലനിൽക്കുന്നത്. ഇനി മരിക്കുന്നതോ അത് ഭാവി കാലം. അതാണ് ഭൂതം, വർത്തമാനം. പിടികിട്ടിയോ? ഉണ്ടാവുന്നു, നിലനിൽക്കുന്നു, ഇല്ലാതാവും. അതാണ് ഓം. ഓം കഴിഞ്ഞിട്ട് സൂര്യപ്രകാശത്തെ, ആ പ്രകാശം പുറത്തു പോരാ. പുറത്തിപ്പത്രയാ ലൈറ്റ് കിട്ടിയത്, അകത്തോ? അതാ ചോദ്യം. ഇവിടെ ചുറ്റുവിളക്ക് ഉത്സവം നടന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഈ ചുറ്റുവട്ടമുള്ള എല്ലാ മനുഷ്യരും ഓരോ വിളക്കായി മാറിയാലേ ചുറ്റുവിളക്കിനെ കൊണ്ട് കഴിയുള്ളൂ. ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടം, ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ചുറ്റമ്പല, ഈ മതിലല്ല ക്ഷേത്രത്തിന്റെ പരിധി. ഈ ക്ഷേത്രത്തിന്റെ പരിധി ഈ തെരുവിന്റെ ചുറ്റുവട്ടമുള്ള എല്ലാ മനുഷ്യരുടെയും വീടുകൾ ഉൾക്കൊള്ളുന്നതാണ് ക്ഷേത്രത്തിന്റെ വട്ടം. അപ്പൊ ചുറ്റുവിളക്ക് എന്ന് പറഞ്ഞാൽ ഇവിടത്തെ സമൂഹത്തിന്റെ ഉള്ളിലെല്ലാം വിളക്ക് തെളിയണം. ഏത് വിളക്ക്? ദർശനത്തിന്റെ വിളക്ക്. 18ാം പടി കയറിയിട്ട് അവിടെ എന്താ എഴുതി വെച്ച്? ഹരിശ്രീതൻ മുത്തുകൾ വിരൽ പൂവിൽ വിടർത്തിയ ഗുരുവിന്റെ ശ്രീപദങ്ങൾ വണങ്ങി ശിരസിൽ ഇരുമുടിക്കെട്ടുകളും താങ്ങി 18ാം പടി കയറി ഭഗവാനെ തൊഴുമ്പോ അവിടെ എന്താ എഴുതി വെച്ച? തത്വമസി. തത്വമസി ചിന്മയാനന്ദ സ്വാമിയാണ് പറഞ്ഞിട്ടാണ് അത് എഴുതി വെച്ചവിടെ. നീ അന്വേഷിച്ചു വന്ന തത്വം ഏതാ? ദൈവം നീ തന്നെയാണ്. അതുകൊണ്ടാണ് മുദ്ര കൈമാറിയ പിന്നെ എല്ലാരും എന്തായി? അയ്യപ്പനായി. മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന്. മനസ്സിലായോ? ഒന്നായി മാറി. രണ്ടില്ല നമ്മള്. അതാ ദ്വൈതമില്ല, രണ്ടില്ല, അദ്വൈതമാണ്. രണ്ടില്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവം. മനസ്സിലായോ? ഇവിടെയുള്ള ദൈവം അതാണ് തത്വമസി. ഞാൻ ബ്രഹ്മമാണ്, അത് നീ തന്നെയാണ്. അപ്പൊ ഞാനും നീയും രണ്ടില്ല, നമ്മൾ ഒന്നാണ്. ഈ ദർശനമാണ് ശബരിമലയിൽ പോയാൽ കാണുന്നത്. ആ ദർശനമാണ് അമ്പലം വളരുമ്പോ നമ്മുടെ ചുറ്റുവട്ടുള്ള സമൂഹത്തിൽ വളരേണ്ടത്. മനസ്സിലായോ? ദർശനമാണ്. അല്ലാതെ പുറത്തുള്ള ആടയാഭരണങ്ങളല്ല, പുറത്തുള്ള ഭൗതിക സമ്പത്തുകളല്ല. അതൊക്കെ പോവും, അതൊക്കെ ഇല്ലാതാവും. ബാക്കി വരുന്നത് ഉള്ളിലുണ്ടായത് മാത്രമാണ്. ഞാനിപ്പോ പറയുന്നതൊന്നും തന്നെ ഞാൻ സമ്പാദിച്ച ഭൗതിക വസ്തുവല്ലല്ലോ. ഇവിടെ പറഞ്ഞല്ലോ, എന്റെ അച്ഛൻ കേട്ടെന്ന് പറഞ്ഞു. എന്റെ അച്ഛന്റെ അച്ഛനാണ് ശ്ലോകം പഠിപ്പിച്ചു തന്നത്. മനസ്സിലായി? ഓറ് പറഞ്ഞു തന്നതും അച്ഛൻ പറഞ്ഞു തന്നതും അമ്മ പറഞ്ഞു തന്നതുമാണ് ഞാനിപ്പോ ഉപയോഗിക്കുന്ന വാക്കുകൾ. എന്റെ ഗുരുനാഥന്മാര് പറഞ്ഞു തന്നാണ് ഞാനിപ്പോ ഉപയോഗിക്കുന്ന വാക്കുകൾ. അത് നശിക്കില്ല, അത് തലമുറകളിലൂടെ കൈമാറിപ്പോയി.
ബാക്കി എന്റെ വീടാവട്ടെ എന്റെ കാറാവട്ടെ എല്ലാം ഇല്ലാതാവും. പക്ഷെ ഞാൻ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെ തുടർന്ന് പോകും. അതുകൊണ്ടാണ് രാമനും കൃഷ്ണനും ഒക്കെ നമുക്കിപ്പോഴും 2000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്നു എന്ന് പറയുന്ന, ജനിച്ചു എന്ന് പറയുന്ന, അവതരിച്ചു എന്ന് പറയുന്ന ആ ദൈവങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും വരുന്നത് തലമുറകളിലൂടെ കൈമാറിയിട്ട് വരികയാണ്. ആ ദർശനം മാത്രമേ ബാക്കിയുള്ളൂ. ആ ദർശനങ്ങളെ സ്വീകരിക്കാൻ സമൂഹം തയ്യാറാവണം. അതിനെന്ത് വേണം? ഇവിടെ പ്രകാശം വേണം. അതുകൊണ്ട് ഗായത്രി മന്ത്രത്തിന്റെ അവസാനം എന്താ? ധിയോ യോ ന പ്രചോദയാത്. ധീ എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധി. മനസ്സിലായോ? ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി. ബുദ്ധി എന്ന് പറഞ്ഞാൽ ബുധൻ എന്ന് പറഞ്ഞാൽ ബോധമുള്ളവൻ എന്നാണ്. ബുധൻ എന്ന് പറഞ്ഞാൽ ബോധമുള്ളവൻ. ബോധമുള്ള പ്രകാശത്തെയാണ് ബുദ്ധി എന്ന് പറയാം. ബോധമുള്ള ഉള്ളിലെ പ്രകാശത്തെ എന്ന് പറയും ബുദ്ധി. ആ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും എന്നാണ് ഗായത്രി മന്ത്രത്തിന്റെ അർത്ഥം. അടുത്തത് ശാന്തി മന്ത്രത്തിലേക്ക് കടക്കുക. ആ ശാന്തി മന്ത്രത്തിലേക്ക് കടക്കുമ്പോഴാണ് സാമൂഹ്യ ബന്ധം, പരസ്പര ബന്ധം മനസ്സിലാവുന്നത്. എന്താണത്? അടുത്തത് ഓം സത്. നേരത്തെ പറഞ്ഞു അല്ലേ? രണ്ടാമത്തത് ഓം സഹനാവവതു. എന്താ? സഹ, ഒരുമിച്ച്. ഒറ്റക്കൊറ്റക്ക് എന്തെങ്കിലും ഈ ലോകത്തുണ്ടായോ? ഇല്ല. എല്ലാവരും ചേർന്നിട്ടാണല്ലോ എല്ലാം ഉണ്ടായത്. ഞാനിപ്പോ പറയുന്ന മലയാള ഭാഷ ഞാൻ കണ്ടുപിടിച്ചതല്ലല്ലോ. എന്റെ അച്ഛനോ എഴുത്തച്ഛനോ കണ്ടുപിടിച്ചതല്ലല്ലോ. എത്ര തലമുറകളിലൂടെ എത്ര നാട്ടിലുള്ള മനുഷ്യർ എഴുതിയിട്ടും പറഞ്ഞിട്ടും പാടിയിട്ടും വന്നതാണ് ഈ ഭാഷ. പാട്ടുകളില്ലെങ്കിൽ മലയാളം ഉണ്ടോ? പാട്ടുകളില്ലെങ്കിൽ മലയാളം ഉണ്ടോ? നമ്മുടെ മലയാള ഭാഷയിലെ ആദ്യത്തെ സാഹിത്യകൃതി ഏതാണെന്നറിയോ? മലയാള ഭാഷയിലെ ആദ്യത്തെ സാഹിത്യകൃതി മലയാളികൾ ആരും ഉണ്ടോ? ഇവിടെ മലയാള ഭാഷയിലെ ആദ്യത്തെ സാഹിത്യകൃതി അറിയുന്ന മലയാളികൾ ആരും ഉണ്ടോ? ഏതാ പറയൂ. മലയാള ഭാഷയിലെ ആദ്യത്തെ സാഹിത്യകൃതി ചീരാമകവിയുടെ വിരാമചരിതം പാട്ട് 12ാം നൂറ്റാണ്ടിലാണ്. ശ്രീ ചീരാമ എന്ന് പറഞ്ഞാൽ അന്ന് ഷാ ഷാ സ എന്നുള്ള അക്ഷരമൊന്നും വന്നിട്ടില്ല. അന്ന് ദ്രാവിഡാക്ഷരം, തമിഴക്ഷരമല്ല. അതുകൊണ്ട് ഷാ ഇല്ലാത്തതുകൊണ്ട് ചീരാമ എന്നാ പറയാ. നമ്മൾ ശ്രീജയനെ ചീരാന്ന് വിളിച്ചിട്ടില്ലേ? ശ്രീദേവിയിലെ ചീരൂട്ടി എന്ന് പറയില്ലേ? അതാണ് ചീരാമകവിയുടെ വിരാമചരിതം പാട്ട്. അതിനുശേഷമാണ് കൃഷ്ണപ്പാട്ട്. അതിനുശേഷമാണ് കിളിപ്പാട്ട്. പാട്ടുകളില്ലെങ്കിൽ എന്ത് ദൈവം നമുക്ക്? നിങ്ങളുടെ വീട്ടിൽ ഒരാളും പാട്ട് പാടില്ലേ? നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാ ദൈവം വരിക? കാരണം ദൈവം ഭഗവതി നാദാത്മികേ. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ശബ്ദമാണ് നിങ്ങളുടെ വീട്ടിലെ സംസ്കാരം തീരുമാനിക്കുന്നത്. രാവിലെ ഉറക്കളിയുമ്പോ കുട്ടികൾ കേൾക്കുന്നത് രാവണന്റെ ശബ്ദമാണോ അല്ല ഭഗവതിയുടെ ശബ്ദമാണോ? രാവണന്റെ ശബ്ദം എന്താ? രവമുണ്ടാക്കുന്നവൻ. രവം പറഞ്ഞ ഒച്ച ഉണ്ടാക്കുന്ന അതാ രാവണൻ. രാവിലെ തന്നെ സ്കൂൾ ബസ് വരുന്ന സമയമായി, അടുപ്പത്തൊന്നും ആയിട്ടില്ല, ചെക്കനാണ് എണീറ്റില്ല. രാക്ഷസീയതയാണ്. രാവിലെ തന്നെ രാക്ഷസീയതയാണ്, രാവണ ശബ്ദമാണ്. എന്നാ മോളെ ദൈവം വരണമെങ്കിൽ ഗുണജാത്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി എന്ന് പറഞ്ഞാൽ ദൈവം വരും. അതിനെന്ത് വേണം? കുടജാദ്രി കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി എന്ന് പറയണ്ടേ? പാടണ്ടേ? സൗപർണികാമൃത വീജികൾ പാടുന്നു നിൻ സഹസ്രനാമങ്ങൾ ജഗദംബികേ മൂകാംബികേ എന്ന് പറയുമ്പോൾ മൂകാംബിക വരും. കാരണം നാദാത്മികയാണ്. നാദം പാട്ട് പ്രധാനാണ്. പാട്ട് പ്രധാനല്ലേ? അപ്പൊ പാട്ട് വേണം. പിന്നെന്ത് വേണം? സൗന്ദര്യബോധം വേണം, കഥകൾ വേണം, സ്നേഹം വേണം. വേണ്ടേ? ഇത്തരത്തിൽ എത്ര പാട്ടുകളിലൂടെയാണ് എനിക്ക് എന്റെ ഭാഷ കിട്ടിയത്. ആ ഭാഷ സഹ അവവധുവ. ഇപ്പോൾ നടക്കുന്നത് സഹ അവവധുവ. ഒരുമിച്ച് ചർച്ച ചെയ്യലാണ്. മനസ്സിലായോ? ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ അതുണ്ടോ? മൊബൈൽ ഫോണും ടിവിയും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും എല്ലാം കൂട്ടി വീട്ടിലെ അച്ഛനും മക്കളും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാം കൂടി വട്ടത്തിലൊന്നിട്ടുണ്ടോ?
വരാന്തയിൽ ഒരു ഇരിപ്പുണ്ടോ? ആ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് സഹ അവവധുവ. ഇപ്പൊ ഒറ്റക്കൊറ്റക്ക് റൂമിലല്ലേ ഇരിപ്പ്, പിന്നീടുന്ന സംസ്കാരം ഉണ്ടാകുക. സാമൂഹ്യ ബോധത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നത് ഒത്തുചേരലിലൂടെയാണ്. ഒത്തുചേരലിന്റെ മഹത്വം നിങ്ങൾക്ക് നമുക്ക് മനസ്സിലായത് കണ്ണ് പോയപ്പോഴല്ലേ കണ്ണിന്റെ മൂല്യം മനസ്സിലായത്. 2 കൊല്ലം കുടുങ്ങിക്കിടന്നപ്പോഴല്ലേ ഒരു മനുഷ്യനെ കാണാണ്ട് വീട്ടിലിരുന്നപ്പോ കുടുങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടല്ലേ? ഇംഗ്ലീഷ് പറഞ്ഞാൽ തിരിയോ? ലോക്ക്ഡൌൺ മനസ്സിലായോ? ലോക്ക്ഡൌൺ ആയപ്പോ അതിനുശേഷം ഇപ്പൊ ടൂർ പോക്ക്, ഇപ്പൊ ഉത്സവങ്ങളിൽ എന്തെല്ലാം ആള് ഇത് പുറത്തിറങ്ങുമ്പോ ഉള്ള ഒരു സുഖം മനസ്സിലായത് അല്ലെ? പുറത്തിറങ്ങുമ്പോ ഒരുമിച്ച് ചേരുക. ഒരുമിച്ച് ചേരുന്നത് ശരീരങ്ങളല്ല, മനസ്സുകളാണ്. ഒരുമിച്ച് കുറെ ആളുകൾ ഒന്നിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അവർ പരസ്പരം ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ എന്ത് കാര്യം? ഇപ്പൊ ഒരു ബസ്സിൽ കുറെ ആൾ ഒന്നിച്ച് പോകുന്നു, ആരും തമ്മാമിൽ ആരോഗ്യം പറയുന്നില്ല. ട്രെയിനിൽ മുഖത്തോട് മുഖം നോക്കിയിരുന്നാലും ഒന്നും മിണ്ടുന്നില്ല. പൂതക്കുട്ടയിൽ വെച്ച പോലെ കൊണ്ടേക്കുക, ഒന്നും പറയുന്നില്ല. അത് സഹ അവവധു അല്ല, അത് ശരീരങ്ങൾ ഒരുമിച്ചിട്ട് ഈ ലോറിയിലെല്ലാം മൂരിനെ കൊണ്ടുപോലെ കൊണ്ടുപോകുന്നതാണ്. മനസ്സിലായോ? നമ്മുടെ ശരീരമല്ല യാത്ര ചെയ്യുന്നത്, മനസ്സ് യാത്ര ചെയ്യണ്ടേ? മനസ്സിലായി? മാനസ സഞ്ചരാവണ്ടേ? അതിന് പരസ്പരം ആശയവിനിമയം നടക്കണം, ചോദ്യങ്ങൾ ചോദിക്കണം, ഉത്തരങ്ങൾ ഉണ്ടാവണം. നിങ്ങള് ഭാഗവത സപ്താഹം നടക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ? ഇടക്കിടക്ക് പറയുന്നത് ജനമേജയ ഉവാച, വൈശമ്പായന ഉവാച, ചോദ്യവും പറച്ചിലുമാണ്. മനസ്സിലായോ? രാമായണവും ഉമാ മഹേശ്വര സംവാദാണ്. ഗീത അർജുന ഉവാച, കൃഷ്ണ ഉവാച, ചോദ്യം പറച്ചിലുമാണ്. പരസ്പരം മുൻപും പറയുകയും ചെയ്തിട്ടാണ് ലോക സംസ്കാരം വളർന്നത്. മനസ്സുകൾ പരസ്പരം ഒരക്കുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണമാണ് തത്വശാസ്ത്രത്തിന്റെ അഗ്നി. ഉദാലകാരുണി ശ്വേതകേതു സംവാദമുണ്ട് ഛാന്ദാഗ്യോപനിഷത്തിൽ. ആ ഉപനിഷത്തിൽ ഉദാലകാരുണി വലിയ ഉന്നത പഠനം നടത്താൻ വേണ്ടിയിട്ട് പ്രവാഹന കൈവല്യന്റെ അടുത്ത് പോയി. അയാൾ മഹാപണ്ഡിതനാണ്, പാഞ്ചാല രാജാവാണ്. പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ ഉടനെ ശ്വേതകേതുവാണ് പഠിക്കാൻ പറ്റുന്നത്. ശ്വേതകേതു തിരിച്ചെത്തിയ ഉടനെ ഉദാലകാരുണിയോട് ചോദിച്ചു, തന്റെ പിതാവിനോട് ചോദിച്ചു, പിതാവേ ഞാൻ ആരാ, ഞാൻ എവിടുന്നാ വന്നേ, ഞാൻ എങ്ങോട്ടാ പോകുന്നേ എന്ന്. ഈ ചോദ്യത്തിന് ഉദാലകാരുണി ശ്വേതകേതുവിനോട് പറഞ്ഞ മറുപടിയാണ്, പല പർവ്വതങ്ങളിൽ പെയ്ത മഴത്തുള്ളി ഒഴുകി കടലിലെത്തിയാൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് പറയാൻ കഴിയുമോ താൻ ഏത് പർവ്വതത്തിൽ പെയ്ത മഴത്തുള്ളിയാണെന്ന്? ഹേ ശ്വേതകേതോ തത്വമസി, ആ മഴത്തുള്ളി നീയാകുന്നു. ഈ തത്വമസി പ്രത്യക്ഷപ്പെട്ട ഛാന്ദാഗ്യോപനിഷത്തിന്റെ ഭാഗം ഇതാണ്. മനസ്സിലായത്? ഈ സംവാദങ്ങളിലൂടെയാണ് ലോകം വളർന്നത്. സഹ അവവധു. ഈ സഹ അവവധുവിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കണം, പറയണം. അന്വേഷിക്കേണ്ടത് എന്തെന്നാപ്പ അന്വേഷിക്കേണ്ടത് അല്ലേ? അന്വേഷിക്കേണ്ടത് ഞാൻ പറയട്ടെ. ആഴ്ചക്ക് 7 ദിവസമാണ്. കാരണം എന്താണ്? ഇതുവരെ ആരോടും ചോദിച്ചതിന് എന്തുകൊണ്ടാണ് 8 ദിവസമാണ് 7 ദിവസമായി ചോദിച്ചോ? 7ന്റെ കണക്ക് എന്താന്ന് ചോദിച്ചോ? കുട്ടിക്ക് പേര് വിളിക്കുമ്പോൾ എന്താ 28 കുളി, അത് 29 കുളിച്ച് 5 പോവോ? 28ന്റെ കണക്ക് എന്താന്ന് ചോദിച്ചോ? 1000 പൂർണ്ണയന്ത്രന്മാരെ കാണാൻ എന്താ 84 വയസ്സ്? എന്താ? യേശുദാസിന്റെ ജന്മശതാബ്ദി, ശതാബ്ദി 100 അല്ലേ? അതെങ്ങനെ 84 വയസ്സിൽ ശതാബ്ദി ആവുന്നത്? മനസ്സിലായോ? ചോദിച്ചോ? ഇങ്ങനെ ഒരുപാട് കാര്യമുണ്ട്, ഒന്നും ചോദിക്കുന്നില്ല. മണ്ഡലകാലം 41 ദിവസമല്ലേ? അന്താ 42 41ന്റെ കണക്കറിയോ? ചോദിച്ചോ? ഇതൊന്നും അറിയില്ല. നമ്മൾ മുന്നിൽ നടന്നീടിനെ ഗോവുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളല്ല. ആലേന്ന് പശുവിനെ തുറന്നു വിട്ടാൽ മുമ്പിൽ ഒരു പശുവിന് മമതാജിന്റെ പറമ്പ് പോയി പുല്ല് നേയാന്ന് പറഞ്ഞ് പോവുക. ഒരു പശു മുമ്പിൽ നടക്കും, ബാക്കി പശുക്കൾ പറയാം. ഇതുപോലെ ആവരുത് നമ്മുടെ സാമൂഹ്യ വികാസം. ഓരോന്നും സഹ അവവധു, പരസ്പരം ചർച്ച ചെയ്ത് ഉൾക്കൊള്ളണം. AD 825 മുമ്പ് നമുക്ക് ഡേറ്റ് ഉണ്ടായിരുന്നില്ല, അറിയോ? നമുക്ക് ഡേറ്റ് ഇല്ല. ഒരു ദിവസത്തിൽ ഇപ്പൊ 1, 2 ഡേറ്റ് ഇല്ലേ? ഡേറ്റ് ഇല്ല. 825ന്റെ കണക്ക് എന്താണെന്നറിയോ? AD 825 നമുക്ക് സ്വന്തം കലണ്ടർ തുടങ്ങിയത്. കലണ്ടറിന്റെ മലയാളം അറിയാമോ? കലണ്ടറിന്റെ മലയാളം പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം ഈ ചുമരുമ തൂക്കുന്ന കലണ്ടർ കൊണ്ടുവന്ന്. അതിനു മുമ്പ് നമുക്കൊരു കലണ്ടർ ഉണ്ട്, അതിന്റെ പേരെന്താ?
സംക്രമ വിഷു പക്ഷി സംവത്സര പക്ഷി പൊന്മണി ചുണ്ടിനാൽ കാലത്തിൻ ചുമരിലെ പുഷ്പപഞ്ചാംഗങ്ങൾ മാറ്റി നീ എത്ര പുഷ്പപഞ്ചാംഗങ്ങൾ മാറ്റി. മനസ്സിലായോ എന്താ കലണ്ടറിന്റെ മലയാളം? പഞ്ചാംഗം. പക്ഷെ ചുമരുമ തൂക്കാണ്ട് പുസ്തകമായതുകൊണ്ട് നമുക്ക് തിരിയല്ലേ. ആ പഞ്ചാംഗം 825 മുതൽ ആ കൊല്ലവർഷം എന്ന് പറഞ്ഞാൽ ഇതേതാ കൊല്ലവർഷം എന്ന് അറിയാൻ ആ 2024 മൈനസ് 825 അയാ കൊല്ലവർഷം കിട്ടി. അതിനു മുമ്പ് നമുക്ക് ഡേറ്റ് ഇല്ല, നമുക്ക് നക്ഷത്രം മാത്രമേ ഉള്ളൂ. ഓരോ ദിവസത്തിനും ഓരോ നക്ഷത്രത്തിന്റെ പേരാ. അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രം. അപ്പൊ മാസം കൂടിയിട്ട് ഒരു കുട്ടീന്റെ ജന്മനക്ഷത്രം ഫസ്റ്റിൽ വരിക 28ാമത്തെ ദിവസം. അതുകൊണ്ട് 28 കുളിക്ക് പേര് വിളിക്കുന്നത്. മനസ്സിലായോ? 28ന്റെ കണക്ക് മനസ്സിലായോ? പക്ഷെ എന്താ കുഴപ്പമെന്നറിയോ? 12 മാസം 27 ദിവസം. ഭൂമി സൂര്യനെ ചുറ്റുന്ന മണ്ഡലം പൂർത്തീകരിക്കണമെങ്കിൽ എത്ര ദിവസം വേണം? 365 ദിവസം വേണം. സൗരമണ്ഡലം പൂർത്തീകരിക്കാൻ 365 ദിവസം വേണം. പക്ഷേ നമുക്ക് കണക്കിൽ എഴുതുമ്പോൾ ടാലി ആവില്ല. 12 മാസവും 27 ദിവസം കൊണ്ട് ഗുണിച്ചാൽ 324 ആവും. അപ്പൊ ടാലി ആവുന്നില്ലല്ലോ. അപ്പൊ എത്ര ദിവസത്തിന്റെ കുറവുണ്ട്? 365 മൈനസ് 324 സമം 41. മണ്ഡലം പൂർത്തീകരിക്കാൻ 41 ദിവസം. അതാ മണ്ഡലകാലം. ഇപ്പൊ സഹ അവവധുവായോ? ഒരു പുതിയ കാര്യം പഠിച്ചില്ലേ? സഹ അവവധു എന്താന്ന് മനസ്സിലായില്ലേ? പിടികിട്ടിയോ? നമുക്ക് നമ്മുടെ ജന്മദിനം നക്ഷത്രം നോക്കാൻ കാരണം മനസ്സിലായോ? ഡേറ്റ് വരുന്നതിന് മുമ്പേ തുടങ്ങിയതാ. നമുക്ക് 80 മുമ്പ് ജനിച്ച മിക്ക മലയാളിക്കും 3 ജന്മങ്ങളുണ്ടാവും. 3 ദിവസം കേക്ക് മുറിക്കാം. 1 ഇംഗ്ലീഷ് തീയതി, 2 മലയാള മാസം നക്ഷത്രം, മേടമാസം മകം നക്ഷത്രം. എൻ്റെ അമ്മ അമ്പലത്തിൽ പോകുന്ന ദിവസം മലയാളം തീയതി. 3-ാമത്തോ LP സ്കൂൾ ഹെഡ്മാസ്റ്റർ നിശ്ചയിച്ച ദിവസം. സ്കൂളിൽ ചേർക്കുമ്പോൾ എന്നെ സ്കൂളിൽ ചേർക്കാൻ പോയപ്പോൾ നെട്ടൂർ കുഞ്ഞിരാം മാഷ ഹെഡ്മാസ്റ്റർ നിശ്ചയം. ഒരച്ഛനോട് ചോദിച്ചു എപ്പോഴാ ഇവനെ പറ്റി. അച്ഛൻ പറഞ്ഞു പെരളിമരക്ക് വനകൃഷി ചെയ്തതല്ല. അതെപ്പോ വനകൃഷി ചെയ്ത്? കണ്ണവും പാലത്തിന് കണ്ണറിഞ്ഞ് വെള്ളം കയറിയിട്ടില്ല. വെള്ളം അപ്പല്ല. അതെപ്പോ വെള്ളം കയറിയത്? അത് കണ്ണ സ്കൂൾ വീണിട്ട് കുട്ടികൾ മരിച്ചതല്ല. മാഷക്ക് ഇത് ഇടുന്നവർക്ക് മാഷ് പറഞ്ഞു ജൂണിൽ ചേർക്കണമെങ്കിൽ 5 വയസ്സ് പൂർത്തിയാണെങ്കിൽ മെയ്യിൽ പ്രസവിക്കണ്ടേ. എന്നോട് പറഞ്ഞു മെയ് 4 നിന്റെ ജന്മദിനം. അങ്ങനെ മാഷ് നിശ്ചയിച്ച ജന്മദിനം എൻ്റെ SLC ബുക്കിലായി. SLC ബുക്ക് ഫേസ്ബുക്കിൽ ആ ഡേറ്റ് കൊടുത്തു. അപ്പോൾ മെയ് 4 തീയതി എനിക്ക് ഫേസ്ബുക്കിൽ ഇങ്ങനെ മെസ്സേജ് വരും, ഹാപ്പി ബർത്ത്ഡേ. ഞാനത് മുഴുവൻ നെട്ടൂർ കുഞ്ഞിരാം മാഷയുടെ പാതാരവിന്ദങ്ങളിലേക്ക് ഫോർവേഡ് ചെയ്യും. അദ്ദേഹം നിശ്ചയിച്ച ജന്മദിനല്ലേ. ഞാൻ എൻ്റെ കൂടെ പഠിച്ച SLCക്ക് പഠിച്ച 241 കുട്ടികളുണ്ട്. അവരുടെ ലിസ്റ്റ് എടുത്ത് സംഗമം നടത്താൻ വേണ്ടി പോയി. അവരുടെ ലിസ്റ്റ് എടുത്തപ്പോൾ കൂട്ടത്തിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയെടുത്ത് തരാൻ ഞെട്ടിക്കുന്ന ഒരു സത്യം മനസ്സിലായത്. 241-ൽ 212 ആളെയും പറ്റത് മെയില്ല. 212 ആളെയും പറ്റത് മെയില്ല. കുറെ കാലം കഴിഞ്ഞ് ഇതിന്റെ കിൽത്തെന്താന്ന് അറിയാഞ്ഞിട്ട് ആരെങ്കിലും ഇതിനെപ്പറ്റി പഠനം നടത്തിയപ്പോൾ അന്ന് അമ്മമാര് മെയ് മാസത്തിൽ ക്യാമ്പ് നടത്തി പ്രസവിക്കലാണ്. മനസ്സിലായോ? ഇത് സംഭവം എന്താന്ന് നമുക്കല്ലേ അറിയൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ നക്ഷത്രം മനസ്സിലായില്ലേ? ആ നക്ഷത്രത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് മാസത്തിന് പേരിട്ടത്. അറിയോ? മാസത്തിന് എങ്ങനെയാ പേരിട്ട്? ഈ ആകാശത്തെ നക്ഷത്രം ഭൂമി സൂര്യനെ ചുറ്റുമ്പോൾ പല സ്ഥലത്ത് നോക്കുമ്പോൾ പല ഏങ്കിളിലാ നക്ഷത്രം ഉണ്ടല്ല അല്ലേ? പല ഏങ്കിളിലാ. ഇപ്പൊ ആകാശത്തെ ആ നക്ഷത്രങ്ങള് ചിത്രം കൂട്ടി വരച്ചാൽ കിട്ടുന്ന ചിത്രം മുഖം മുതല ഉടല് മീനുമായിട്ടുള്ളൊരു ജീവി അറിയാവോ? മുഖം മുതല ഉടല് നർമ്മദാദേവിയുടെ വാഹനമായിരിക്കുന്ന മകരമത്സ്യം. അതുകൊണ്ടാണ് ഈ മാസത്തിന് എന്ത് പേര് വന്ന്? മകരം. മനസ്സിലായോ? അടുത്ത മാസമാകുമ്പോ ചിത്രത്തിന് കുംഭത്തിന്റെ പാത്രത്തിന്റെ ഷേപ്പ് വരും. അത് കുംഭം. അതിന്റെ അപ്പുറത്തെ പ്രാവശ്യം അടുത്ത മാസമാകുമ്പോ പരൽമീനിന്റെ ഷേപ്പ് വരുന്നതാണ് മീനം. അതിന്റെ അപ്പുറമാകുമ്പോ മേഷം. ആട്. സംസ്കൃതത്തിൽ ആടിന് മേഷം എന്ന് പറയും. നമ്മൾ മലയാളത്തിൽ മേടന്നാക്കിയതാണ്. ആടിന്റെ ചിത്രം വരും. പിന്നെ പോത്തിന്റെ ചിത്രം വന്നാൽ കേട്ടോ. അപ്പൊ ഭാര്യയും ഭർത്താവും നല്ല യോജിപ്പിലായിട്ട് ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇരിക്കുന്നത് ചിത്രം വന്നാൽ മിഥുനം. മനസ്സിലായോ? തെറ്റിയാൽ 90 അറിയാം അല്ലെ? അപ്പോ യോജിച്ചാൽ 69. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ചിത്രമാണ് മിഥുനം. ഞണ്ടിന്റെ ചിത്രം കിട്ടിയാൽ കർക്കിടകം. പിന്നെ സിംഹത്തിന്റെ ചിത്രം കിട്ടിയ ചിങ്ങം. കന്യകന്റെ ചിത്രം കിട്ടിയ കന്നി. തുലാശിന്റെ ചിത്രം കിട്ടിയ തുലാം.
തേളിന്റെ ചിത്രം കിട്ടിയ വൃശ്ചികം, ധനുസ് വില്ലിന്റെ ചിത്രം കിട്ടിയ ധനു, പിന്നെ വീണ്ടും മകരം. എന്താ ഇതിനെല്ലാം കണക്കുണ്ട്. ഇതിനെല്ലാം കാരണമില്ലാതെ ഒരു കാര്യവും ഉണ്ടാകുന്നില്ല. ആ കാരണത്തെ കണ്ടെത്താതെ വെറുതെ കമിഴ്ത്തി വെച്ച പാത്രത്തിൽ ഒഴിച്ച വെള്ളം പോലെ അങ്ങ് ഒഴിക്കുക പോവുക. എന്ത് കാര്യം? ഇത് ഉള്ളിൽ സഹ അവവധു ആവണ്ടേ? ഒരുമിച്ച് സഹ അവവധു ആയാൽ മാത്രം പോരാ, അടുത്ത സഹനോ ഭുനക്തു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കണമെന്ന് മാത്രമല്ല, ഭുജിക്കലും ഭജിക്കലും രണ്ടുണ്ടാവും. അത് നമ്മളിലേക്ക് ചവച്ചരഞ്ഞ് വിഴുങ്ങണം. നമ്മൾ ഇപ്പൊ കുട്ടികളെല്ലാം നല്ല വിവരമുള്ള കുട്ടികളല്ലേ, നമ്മളെ 10 ബുദ്ധിയുടെ കുട്ടിയൊക്കെ എല്ലാം ഫുൾ A+ ആണ്. എന്നിട്ടും അതിന് കണക്കായ സംസ്കാരം നാട്ടിലില്ലാത്ത എന്താണെന്നറിയോ? അവര് ഭുജിക്കുന്നില്ല, പഠിക്കുന്നുണ്ട്, ഭുജിക്കുന്നില്ല. എന്താ ഭുജിക്കല്? ഭുജിക്കൽ എന്താന്ന് ഞാൻ പറയാം. തേനുണ്ടാക്കുന്നത് ആരാ? തേനീച്ച. എല്ലാവരും പറഞ്ഞ് തേനീച്ച. സത്യമല്ല, അത് പച്ചക്കളവാ. ഇന്നോളം തേനീച്ച ഒരു തുള്ളി തേനുണ്ടാക്കിയിട്ടില്ല. തേനുണ്ടാക്കാൻ പൂക്കൾക്കേ കഴിയും. തേനീച്ച എന്താ ചെയ്യുന്നത്? ആ തേന് ശേഖരിച്ച് തേൻവലയിൽ കൊണ്ടുപോയി വെക്കുന്നല്ലേ ഉള്ളൂ. പക്ഷെ പൂക്കളിലെ തേനെല്ലാം എല്ലാ തേനും തേനീച്ച കുടിക്കുന്നില്ല. തേനീച്ചയും പൂമ്പാറ്റകളും വണ്ടുകളും ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിനും കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് പൂക്കൾ ഈ ഭൂമിയിലുണ്ടായി. പക്ഷെ ആ പൂക്കളിലെ തേനൊന്നും തേനീച്ച കുടിച്ചിട്ടില്ല. അതെല്ലാം മണ്ണിൽ തൂവിയിട്ടും മണ്ണിന് മധുരമില്ലാത്ത തേന് 2 ദിവസം കൊണ്ട് കെട്ടുപോകും. എന്നാൽ നമുക്ക് കിട്ടുന്ന തേന് കെട്ടുപോകുന്നില്ല. ഔഷധ ഗുണമുള്ള എന്താ? തേനീച്ച അത് കുടിച്ചിട്ട് ഭുജിക്കും. തന്റെ എൻസൈമുകൾ ചേർത്ത് ദഹിപ്പിച്ചിട്ടാണ് തേൻവലയിൽ കൊണ്ടുപോയി വെക്കുന്നത്. അതുകൊണ്ട് അത് ഔഷധ ഗുണമുള്ളതാവുന്നു. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന പുസ്തകങ്ങളാണ് പൂക്കൾ. അതിലെ അറിവാണ് തേന്. ആ തേനീച്ചകളാണ്, പൂമ്പാറ്റകളാണ് കുട്ടികൾ. അത് നേരിട്ട് കുടിച്ചാൽ ഇവിടെ നിൽക്കുവോ? അത് ഭുജിച്ചിട്ട് തലച്ചോറിൽ വെക്കണം. അതാണ് ഭുജിക്കുക. ഓരോന്നിന്റെയും അന്തരാർത്ഥം എന്തെന്നറിയണം. ഗണപതി എങ്ങനെയാ വന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? ഗണസങ്കല്പങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ശുക്രദശിയുടെ ചരിത്രമെന്നും കലിയുഗമെന്നും 2 ഗംഭീര പുസ്തകങ്ങളുണ്ട്. ഗണസങ്കല്പത്തെ പറ്റി പഠിക്കാൻ ഞാൻ 2 പുസ്തകങ്ങൾ പഠിച്ചിട്ടാണ് എന്താ ഗണപതി എന്നതിന്റെ ആരൂഢം കണ്ടെത്തിയത്. മനസ്സിലായോ? ഓരോന്നിന്റെ ആരൂഢം കണ്ടെത്തണം. അപ്പൊ ഭുജിക്കണം. അങ്ങനെ ഭുജിച്ചു കഴിഞ്ഞാൽ പോരാ, അറിവുണ്ടായാൽ പോരാ. ആ അറിവിനനുസരിച്ച് എന്ത് വേണം? ജീവിതത്തിൽ പ്രക്രിയകൾ നടത്തണം. സഹവീര്യം കരവാവഹി. അറിവ് പാത്രത്തിനകത്ത് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് കാര്യമുണ്ടോ? അത് പുറത്തെ നാട്ടുകാർ കാണണ്ട നിങ്ങളുടെ അറിവിനെ. ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ, കർമ്മത്തിൽ പ്രാവർത്തികമാക്കണം. അതാണ് സഹവീര്യം കരവാവഹി. ഈ 3 പ്രക്രിയ. 1 അവവധു, സഹ അവവധു, ഒരുമിച്ച് പഠിക്കുക. 2 സഹ ഭുനക്തു, അത് ചവച്ചരച്ച് സ്വന്തം വികാരങ്ങളും ചിന്തകളും ചേർത്ത് എന്റെ സ്വന്തം ജ്ഞാനമാക്കി മാറ്റുക, വിജ്ഞാനത്തെ ജ്ഞാനമാക്കി മാറ്റുക. അതാണ് സഹ ഭുനക്തു. 3 ആ ജ്ഞാനം ജീവിതത്തിൽ പ്രായോഗികമാക്കുക. അതാണ് സഹവീര്യം കരവാവഹി. ഇത്രയും പ്രക്രിയ കഴിയുമ്പോ നമ്മുടെ മനസ്സിൽ ഭക്തനായി. എങ്ങനെ? മനസ്സിൽ ഒരു പ്രകാശം വരും. തേജസ്വിനാവധീതമസ്തു. മനസ്സിലൊരു പ്രകാശം വരും. ആ പ്രകാശം വന്നാൽ പിന്നെ ഒരാളോടും വിദ്വേഷം ഉണ്ടാവില്ല. മാ വിദ്വേഷാവഹി. പിടികിട്ടിയോ? സഹന ഓം സഹനാവവധു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹി തേജസ്വിനാവധീതമസ്തു മാ വിദ്വേഷാവഹി. അപ്പോ ഗായത്രിയുടെയും ശാന്തി മന്ത്രത്തിന്റെയും ഈ അടിത്തറയിൽ വേണം. അത് കഴിഞ്ഞിട്ട് ഓം ശാന്തി ശാന്തി ശാന്തി. ഈ മന്ത്രത്തിന്റെ മഹത്വം അറിയോ? ലോകപ്രശസ്തമായ കാവ്യമാണ് കീറ്റ്സിന്റെ പാരഡൈസ് ലോസ്റ്റ്. അതിന്റെ അവസാനത്തെ വരി ലോകം മുഴുവൻ വായിച്ച പുസ്തകമാണ്. അതിന്റെ അവസാനത്തെ വരി ഓം ശാന്തി ശാന്തി ശാന്തി. ഇംഗ്ലീഷ് നോവലിന്റെ അവസാനത്തെ വരി ദത്താ ദയധ്വം ദമ്യത ഓം ശാന്തി ശാന്തി ശാന്തി. ദത്ത കൊടുക്കുക, ദയധ്വം ദയ കാണിക്കുക, ദമ്യത അവനവനെ അടക്കുക, ശാന്തിയിലേക്ക് പോവുക. ഇതാണ് സമൂഹം ചെയ്യേണ്ടത്. ക്ഷേത്രം വളരുമ്പോ ഈ സമൂഹത്തിൽ ഈ മനോഭാവം വളരണം.
ആ മനോഭാവം വളർന്നിട്ടില്ലെങ്കിൽ ഈ ക്ഷേത്രം ഉണ്ടാക്കിയ പണമുണ്ടല്ലോ, അതിനുവേണ്ടി ചെലവഴിച്ച പണം, അവിടെ നടത്തുന്ന ചുറ്റമ്പലത്തിന്റെ, അവിടെ ചുറ്റുവിളക്കിന്റെ, അവിടുത്തെ പൂജകളുടെ, വഴിപാടിന്റെ, വാദ്യത്തിന്റെ എല്ലാ പണവും വെറുതെയാവും. ഈ ചുറ്റുവട്ടമുള്ള സമൂഹത്തിന് ഈ ദർശനം ക്ഷേത്രത്തിൽ നിന്ന് ഏറ്റുവാങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ദർശനം ഏറ്റുവാങ്ങുന്ന പ്രക്രിയയാണെന്ത്? ഉത്സവം. മനസ്സിലായത്? ഉത്സവം എന്ന് പറയുന്നത് ഈ ദർശനത്തെ ഏറ്റുവാങ്ങുന്നതാണ്. നമ്മുടെ ഉത്സവങ്ങളെല്ലാം ഗംഭീരമാകുമ്പോഴും നമ്മുടെ നാട്ടിൽ സാംസ്കാരികമായ വികാസം, ധാർമ്മികമായ വികാസം വളരാത്തത് നമ്മൾ ഏറ്റുവാങ്ങുന്നത് പദാർത്ഥത്തെയാണ്. എന്ത് പദാർത്ഥത്തെ? പ്രസാദം, ചന്ദനം, കളഭം, ഭസ്മം, അല്ലേ, പിന്നെ ഉണ്ണിയപ്പം, അല്ലേ, ഗണപതി ഹോമത്തിന്റെ അംശം, ഇതൊക്കെ പദാർത്ഥമാണ്. ആ പദാർത്ഥത്തെ ഏറ്റുവാങ്ങി, പക്ഷെ ഇവിടുന്ന് വാങ്ങേണ്ട ദർശനത്തെ ഏറ്റുവാങ്ങുന്നില്ല. ആ ദർശനത്തെ ഏറ്റുവാങ്ങാൻ നിങ്ങൾ എന്ന് സന്നദ്ധരാകുമ്പോ അവരെയാണ് ഭക്തൻ എന്ന് പറയുന്നത്. കാരണം ഭക്തൻ എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശം ഉള്ളവൻ, മനസ്സിൽ പ്രകാശം. ഈ ഇത് ഏറ്റുവാങ്ങണം. പ്രകാശമുള്ളിടത്ത് ദൈവം ഉണ്ടാവും, പ്രകാശമുള്ളിടത്ത് ദൈവം ഉണ്ടാവും. ഇത് ഏറ്റുവാങ്ങാൻ തയ്യാറാവുന്നവൻ, അവനെയാണ് ഭക്തൻ എന്ന് പറയുക. അല്ലാതെ ചന്ദനം തൊട്ടാൽ, ഭസ്മം തൊട്ടത് കൊണ്ട് ഭക്തനാവില്ല. ഉള്ളിൽ പ്രകാശത്തെ ഏറ്റുവാങ്ങാൻ കഴിവുള്ളവനെയാണ് ഭക്തൻ എന്ന് പറയുക. അത്തരത്തിലുള്ള ഭക്തിയാണ് നമ്മുടെ ഉത്സവങ്ങളിലൂടെ വളരേണ്ടത്. അതിനുള്ള യുക്തി എന്താണെന്ന് കണ്ടെത്തുക. ഭക്തിക്കൊരു യുക്തിയുണ്ട്. ആ ഭക്തിയുടെ യുക്തി അറിയാതെ ഉപരിപ്ലവമായ പദാർത്ഥനിഷ്ഠമായ അനുഗ്രഹങ്ങൾ, വരങ്ങൾ കിട്ടുമെന്ന വ്യാമോഹത്തിൽ പരക്കം ഓടുന്നത് കൊണ്ടാണ് ഭക്തി വളരുമ്പോഴും ക്ഷേത്രങ്ങൾ വളരുമ്പോഴും നാടിന്റെ ശാന്തി വളരാത്തത്, സമാധാനം വളരാത്തത്, ധാർമ്മികത വളരാത്തത്. അതുകൊണ്ട് ഉത്സവം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ സമൂഹത്തിന് അതിന്റെ മഹത്വം വളരണ്ടേ? ആ മഹത്വം വളരുമ്പോ, ഈ ശാന്തിയും സമാധാനവും വളരുമ്പോ അതിന് കണക്കായിട്ട് നമുക്ക് നന്നായിട്ട് ഏകാഗ്രതയോടെ ജോലി ചെയ്യാൻ പറ്റും. ജോലി ചെയ്യുമ്പോൾ നമുക്ക് സമ്പത്ത് വർദ്ധിക്കും. ആ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അതിലൊരു പങ്ക് ക്ഷേത്രത്തിൽ കൊടുക്കും. അപ്പൊ ക്ഷേത്രവും വളരും. ക്ഷേത്രം വളരുന്നത് ഈ ഉള്ളിലുള്ള വെളിച്ചം കൂടുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ സമ്പത്ത് വളരുമ്പോൾ ക്ഷേത്രവും വളരും. ഇത് പരസ്പര പൂരിതമാണ്. അപ്പൊ ക്ഷേത്രത്തിന്റെ ഭൗതിക സമ്പത്ത് സമൂഹം വളർത്തുക, സമൂഹത്തിന്റെ ആന്തരിക സമ്പത്ത് ക്ഷേത്രം വളർത്തുക. അപ്പോ ക്ഷേത്രം ക്ഷയത്തിൽ നിന്ന് പ്രാണനം ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മൾ ആന്തരികമായ ദർശനങ്ങളിൽ നിന്ന് ക്ഷയിച്ചു പോകുമ്പോ അതിനെ തടഞ്ഞ് അതിനെ നമ്മളെ രക്ഷപ്പെടുത്തുന്ന, പ്രാണനം പറഞ്ഞ് രക്ഷപ്പെടുത്തുന്നതാണ് ക്ഷേത്രം. അത്തരത്തിൽ ആന്തരിക വെളിച്ചം മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഈ ഉത്സവത്തിലൂടെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഇങ്ങനെയൊരു ഉത്സവത്തോടനുബന്ധിച്ച് ഇങ്ങനെയൊരു സംഭാഷണത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികളോടും, വേറെ കലാപരിപാടിയൊന്നും ഇല്ലാതെ സാധാരണ എവിടെയും ആള് വന്ന് ഇരിക്കില്ല. ഇവിടെ കലാപരിപാടിയൊന്നും ഇല്ലല്ലോ അല്ലേ? കലാപരിപാടി ഉണ്ടെങ്കിലേ സാധാരണ ആള് വന്നിരിക്കും. എന്നിട്ടും കലാപരിപാടിയൊന്നും ഇല്ലാതെ പ്രസംഗം കേൾക്കാൻ മാത്രം വന്നിരുന്ന ഇവിടുത്തെ ദാർശനികതയോട് താല്പര്യമുള്ള യഥാർത്ഥ ഭക്തജനങ്ങളോടും പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക്, ഈ ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.